ഒരു കാലത്ത് വേദികളിൽ മുഴങ്ങിക്കേട്ട ശബ്ദമാണ് യേശുക്രിസ്തുവിൻ്റെ വരവ് എന്നുള്ളത്. അപ്പോൾ ആ വിഷയം പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ് എന്ന് പറഞ്ഞു. വളരെ സത്യമാണ്. ഞാൻ കൂടുതൽ സമയങ്ങളിൽ സംസാരിക്കാറുള്ളത് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ വരവ്, യേശുക്രിസ്തു വീണ്ടും വരും എന്നൊരു വാചകം വീണാൽ മൺകലത്തിൽ നിന്ന് മലർ പൊട്ടുന്ന പോലെ ആളുകൾ ഹല്ലേലൂയ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിവിടുന്ന് യേശുക്രിസ്തു വരുന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ഇത്ര ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താണ് എന്ന നിലയിലാണ് നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. ഇവിടെ ഞാൻ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 എടുത്തിട്ട് സമയമെടുത്തിരിക്കുന്നു എന്നൊരു വിഷയം പ്രസംഗിക്കാറുണ്ട്. അതായത് അന്ത്യകാലം എന്നുള്ളതാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്ന അന്ത്യകാലമല്ല. അന്ത്യകാലം ഒരുപാട് തവണ പ്രസംഗിച്ചു. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കാലം ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലും മറ്റുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ ആയിരുന്നു എന്നാണ്. ആ യോഹന്നാൻ വരെ എന്നുള്ളതൊരു പ്രത്യേക ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക കാലയളവാണ്. അപ്പോൾ അതുകൊണ്ട് അന്ത്യകാലം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ 45 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്, ഞാൻ വരുന്ന കാലം മുതലേ പെന്തക്കോസ്തിൽ കേൾക്കുന്നതാണ് യേശു വരാറായി, അന്ത്യകാലമാണ്. പക്ഷേ പ്രസംഗിച്ചവരെല്ലാം മരിച്ചുപോയതല്ലാതെ ഇതുവരെ യേശു വന്നിട്ടില്ല. ഇപ്പം നമ്മുടെ ഈ പെന്തക്കോസ്തിനകത്തുള്ള തലമുറയ്ക്കൊരു പ്രശ്നമുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ കേൾക്കാതുകൊണ്ട് കുറേ നാളായല്ലോ, ഇത് എനിക്ക് തോന്നുന്നു ഈ പെന്തക്കോസ്തിലെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി എങ്ങാനും പറയുന്നൊരു ഉപദേശമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ഇതിനകത്ത് അങ്ങനെ വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു 6 ദിവസം യേശുവിൻ്റെ വരവ് പ്രസംഗിച്ചു. അവിടെ പാട്ടുപാടിയ സഹോദരിയുടെ മകൻ 6-ാം ദിവസം ഞാനിങ്ങനെ വളരെ വികാരഭരിതനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു വരും, ഒരുങ്ങിയിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോൾ ആ സഹോദരിയുടെ മകൻ ആ സഹോദരിയോട് ചോദിച്ചു. എന്നാൽ സഹോദരി പിന്നീട് എന്നോട് പറഞ്ഞു, അവൻ ചോദിച്ചിങ്ങനെയാണ്, അമ്മേ, ഈ ഉപദേശം ഇപ്പോൾ യേശു വരണമെന്ന് ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരനാണല്ലോ. അവനടുത്ത് ചോദിച്ചത്, അങ്ങേര് ഇപ്പം ഇത്ര ആക്രാന്തം പിടിച്ചുകൊണ്ട് വരാൻ ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് എന്നാണ് അവൻ ചോദിച്ചത്. ഞാൻ അവൻ്റെ ചോദ്യത്തെ വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം അവൻ കൊച്ചനല്ലേ. ഗൾഫിലുള്ള അവൻ്റെ അപ്പൻ അന്നത്തെ നിലയിൽ ആഴ്ചതോറും 500 രൂപ വെറുതെ ചിലവഴിക്കാൻ കൊടുക്കുന്ന അവനെ സംബന്ധിച്ച് യേശു വരണം എന്നൊന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നും പറയുന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ സംശയം, ഏതാണ്ടൊരു CC അടഞ്ഞു തീരാറായ ആളുകൾ പോലും യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് നാവ് അനക്കുകയോ ഒരു സ്തോത്രം പറയുകയോ ചെയ്യുന്നില്ലല്ലോ എന്നാണ് എനിക്കൊരു വലിയ പ്രശ്നമുള്ളത്. ഇവിടെ ഞാൻ സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. സമയം ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറയുന്നൊരു പദമുണ്ട്, സമയം എന്ത് ചെയ്തു, മുന്നോട്ട് പോയി. അങ്ങനെ പോവാറില്ല. കാരണം സമയം ഒരിക്കലും മുന്നോട്ട് പോകില്ല. പാസ്റ്ററിൽ ഞാനും പറയും കേട്ടോ, ഞങ്ങളല്ലാതെ ഈ പകൽക്കാലം രാത്രികാലമൊക്കെ മാറിപ്പോകുന്ന പോലെ ഞങ്ങൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, സമയം മുന്നോട്ട് പോയി. അങ്ങനെ പോവുകയില്ല. കാരണം സമയം ഒരിക്കലും മുന്നോട്ട് പോകില്ല. ആര് പുറകോട്ട് പോയി? നമ്മൾ പുറകോട്ട് പോയി. പക്ഷെ നമ്മൾ ആ കുറ്റം സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ക്ലോക്കിനിട്ടൊന്ന് കുത്തിയേക്കാം. അതുകൊണ്ട് തള്ളം പ്രശ്നമൊക്കെ ക്ലോക്കിനെയാണ് നമ്മൾ പറയുന്നത്. ആ സമയം മുന്നോട്ട് പോയി. സമയം മുന്നോട്ട് പോയിട്ടില്ല, കൃത്യമായിട്ട് ഓടുന്നു. ഒരു 15 മിനിറ്റ് എനിക്ക് വൈകിയാണ് തന്നത്. അത് സ്വാഭാവികമാണ്. ഉദ്ഘാടന പ്രസംഗവും ആദ്യ ദിവസമല്ലേ. ശവപാസം വിഷമിക്കേണ്ട, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, സന്തോഷമായില്ലേ. ഞാൻ ആ 15 മിനിറ്റ് അങ്ങോട്ട് കൂട്ടിയെടുത്താൽ പോരെ. അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് തീരുമല്ലോ. അത് നിങ്ങൾ എന്തിനേയും വിഷമിക്കണേ. എനിക്ക് യാതൊരു വിഷമം ഉണ്ടാകാറില്ല. കാരണം ഇതൊക്കെ 1-ാം ദിവസവും അവസാന ദിവസവും ഇതെല്ലാം പതിവാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് പതുക്കെ ചിന്തിച്ചങ്ങോട്ട് പോകാം എന്ന് കരുതിയിട്ട് ഞാൻ അതിക്രമിച്ചൊന്നും കിടക്കുകയില്ല. നിങ്ങളുടെ ഇരിപ്പും നിങ്ങളുടെ പ്രതികരണവും ഒക്കെ കണക്കിലെടുത്ത് മാത്രമേ അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ മുതിരുകയുള്ളൂ എന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. അപ്പോൾ കാലമെന്ന് പറഞ്ഞാൽ പ്രത്യേക ബ്രാക്കറ്റ് പീരീഡാണ്. അപ്പോൾ അത് ഏത് കാലത്തും വരാം. 2000 വർഷമായിട്ട് കാലം നമ്മൾ പറയുന്നു.
2 തിമോത്തിയോസ് 3:1 വായിക്കുന്നത്, എന്നാൽ അന്ത്യകാലത്ത്, അവിടെയും അന്ത്യകാലമാണ്. തെസ്സലോനിക്കർ 5:1 പറയുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലത്തെക്കുറിച്ചൊരു പ്രശ്നം അങ്ങനെയുണ്ട്. കാലം എന്നൊരു ബ്രാക്കറ്റ് പീരീഡാണ്. ശരിക്കും ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങളാണ്. അതിൽ കൈറോസ് എന്ന പദത്തിലേക്ക് വരുമ്പോൾ അല്പം വ്യത്യാസമുണ്ട്. അത് സമയം, നാഴിക എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം പറയുന്നത് ഘടികാര സമയം എന്നാണ്. നാഴിക എന്ന് പറഞ്ഞാൽ, അതായത് 9 മണിക്ക് എൻ്റെ പ്രസംഗം നിർത്തണം എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ചെറിയ സൂചി 9 വരുന്നു, അല്പം വലിയ സൂചി 12 വരുന്നു. അടുത്ത സൂചിയാണ് നമ്മൾ നോക്കുന്നത്, ഓടി വരുന്നൊരു സെക്കൻഡ് സൂചി. അതാര് തടുത്താലും ആ പുള്ളി ഓടി വരും. അതാര് പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും അത് കൃത്യം 12 വരുമ്പോൾ 9 മണിയാകും. ഇതുപോലെ എല്ലാം ഒത്തിണങ്ങി നിൽക്കുകയാണ് കേട്ടോ. മത്തായി പാസ്റ്റർ പറഞ്ഞ പോലെ ഓടി വരുന്ന ഒരു സെക്കൻഡ് സൂചിയുടെ മുമ്പിലാണ് ഇന്ന് രാത്രി സഭയായിരിക്കുന്നത്. നിങ്ങളാര് സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആരൊക്കെ പ്രത്യാശയുള്ളവരായാലും കൈവിട്ടാലും ഉറപ്പിച്ചൊരു കാര്യം പറയാം, ഇത് ഘടികാര സമയമാണ്. നാളും നാഴികയും എന്നാണ് അതിനർത്ഥം. നാളും നാഴികയും വിശദീകരിക്കാനായിട്ട് ഞാനൊരു ഉദാഹരണത്തിലേക്ക് പോകാം. സ്വന്തം ജന്മദിനം അറിയാവുന്ന ആളുകൾ ഒന്ന് കൈവക്കാമോ? സ്വന്തം ജന്മദിനം അറിയാവുന്നവർ ആലോചിച്ചിരിക്കുന്നു. കുറച്ച് പേര് കൈവക്കി, കുറച്ച് പേര് ഞാൻ ജനിച്ചതാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൈ പൊക്കിയവർക്കാണ് ഇനി ഞാൻ ഒരു, കൈ പൊക്കിയവരല്ല, കൈ പൊക്കാത്തവർക്കാണ് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് സ്വന്തം ജന്മദിനം അത്ര ഓർമ്മയില്ലെങ്കിലും ഇന്നൊരു യോഗമുണ്ട്, ആ ഡേറ്റ് ഇന്നാണെന്നറിഞ്ഞോ വന്നല്ലോ, അവർക്കാണ് ഒരു സല്യൂട്ട്. ഇനി കൈ പൊക്കിയവരോടാണ് രണ്ടാമത് ചോദിക്കുന്നത്, അത് ഏത് ദിവസമാണെന്നറിയാവുന്നൊരു കൈ പൊക്കാമോ? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഏത് ദിവസമാണെന്ന് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരു കൊച്ചൻ കൈ പൊക്കിയിട്ട്, പിള്ളേർ കൈപൊക്കത്തിന് വലിയ കാര്യമില്ല, അവരിങ്ങനെ കൈ പൊക്കിക്കൊണ്ടേയിരിക്കും തീരുന്നവരെ. എന്നാലും ഒരാളെങ്കിലും പൊക്കാനുണ്ടായല്ലോ. ഇനി ഏത് മണിക്കൂറാണെന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ജനിച്ച ദിവസത്തിൻ്റെ മണിക്കൂർ ആരുമില്ല. നാഴികയോ ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം വിനാഴികയോ ഒട്ടും ചോദിക്കേണ്ട. ഇപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായി. നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പക്ഷെ എന്തറിയില്ല? നാളും നാഴികയും അറിയില്ല. ഞാൻ ഈ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കുമ്പോൾ എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടോ, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ കുറച്ചൊക്കെ അടിസ്ഥാനപരമായ വിവരങ്ങൾ ആധികാരികമായി കിട്ടിയാലോ എന്ന് കരുതി ചോദിച്ചതാണ്. ഞാൻ എന്നാ ജനിച്ച് നാളും നാഴികയും പറയാമോ? ഒരല്പം നേരം അമ്മ ശാന്തമായിരുന്നിട്ട് പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ ഇല്ലി പൂത്തപ്പഴ നീ ജനിച്ചത്. അതോടുകൂടെ ചോദ്യം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇത്രയൊക്കെ മറുപടിയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പം നാളും നാഴികയും അർത്ഥം മനസ്സിലായി. യേശു പറഞ്ഞു, കാലങ്ങൾ നിങ്ങൾക്ക് വിവേചിക്കാൻ അറിയാമല്ലോ. ആകാശം ചുവന്ന കണ്ടാൽ തെളിവുണ്ടാകും, മഴക്കോളുണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ട് കാലത്തിൻ്റെ ലക്ഷണങ്ങളെ വിവേചിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറക്കണ്ട, ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് അന്ത്യകാലം അല്ല, മറിച്ച് എന്താണ്? അന്ത്യനാഴിക. അതാണ് അന്ത്യനാഴിക എന്ന് പറഞ്ഞ് യോഹന്നാൻ മാത്രമാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ, അന്ത്യനാഴിക വരുന്നു അല്ലേ? അന്ത്യനാഴിക വരുന്നു. അതാരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? നെഞ്ചോട് ചാഞ്ഞിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ് ആ പദം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് അന്ത്യകാലത്തെക്കുറിച്ചല്ല, പിന്നെ എന്താണെന്ന് പറഞ്ഞ് അന്ത്യനാഴിക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഒരുങ്ങി ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഒരുങ്ങുന്ന കാര്യമില്ല, ബോഡി ലാംഗ്വേജ് അല്ല. പക്ഷേ ഞാൻ ഈ പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്ന ബോഡി ലാംഗ്വേജും കൂടാണ്. ഞങ്ങളൊക്കെ ട്രിവാൻഡ്രം ഭാഗത്ത് പ്രസംഗത്തിന് പോകുമ്പം തിരിച്ചു പോരാനൊരു വണ്ടിയുണ്ട്. എഗ്മോറിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന വണ്ടിയാണ്. ആ വണ്ടി മാത്രമാണ് ഞങ്ങളുടെ ശരണം. സുഖമായ നേരത്തെ ബുക്ക് ചെയ്താൽ ഉറങ്ങി ഇഞ്ഞു പോരാ. അങ്കമാലിയിലൊക്കെ 5 മണിക്ക് വണ്ടി എത്തുകയും ചെയ്യും. 11:10 ഇപ്പോൾ 12:10. ഒരിക്കൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. ആദ്യം 2 മണിക്കൂറായിരുന്നു, പിന്നെ 3 മണിക്കൂർ വണ്ടി ലേറ്റാണ്. 11:10 വരേണ്ട വണ്ടി 12:10, 1:10, 2:10 വരത്തുള്ളൂ പറഞ്ഞപ്പോഴേക്കും ഞാൻ ചുറ്റുപാട് ഒരു വീക്ഷണം നടത്തി. ആളുകളൊക്കെ ഉറങ്ങാൻ തുടങ്ങി. തൊട്ടപ്പുറത്തെ റെയിൽവേ പാളത്തിൽ കിടക്കുന്ന എഞ്ചിനില്ലാത്ത ബോഗിയിലൊക്കെ ആളുകൾ ചെന്ന് കിടന്നുറങ്ങുന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറങ്ങുന്നു, ഉള്ള ഷീറ്റൊക്കെ വിരിച്ച് കിടന്നുറങ്ങുന്നു. നമ്മളിങ്ങനെ ഇപ്പോൾ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് സുന്ദരമായ ആ ശബ്ദം ഒരിക്കൽ കൂടെ കേട്ടു. 61:27 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ്.
അല്പസമയത്തിനകം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ആ അനൗൺസ്മെൻറ്റ് 3 ഭാഷകളിൽ കേട്ട ശേഷം ഞാൻ ആളുകളെ ഒന്ന് നോക്കിയപ്പം വളരെ രസകരമായൊരു കാഴ്ച കണ്ടു. ആളുകൾ ചാടി എഴുന്നേൽക്കുന്നു, പിന്നെയും ഉറങ്ങണമെന്ന് വാശി പിടിക്കുന്ന പിള്ളേരുടെ തലയ്ക്ക് കിഴുക്കി അവരെ എഴുന്നേൽപ്പിക്കുന്നു. അടുത്ത ബോഗിൽ കിടന്ന് ഉറങ്ങുന്നവർ ചെന്ന് വിളിക്കുന്നു, മതി ഉറങ്ങിയെന്ന് പറയുന്നു. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സുബോധം വന്നു, പ്ലാറ്റ്ഫോം 3 ആണോ എന്ന് ഒന്നുകൂടെ നോക്കുന്നു. ഫ്രം എൻജിൻ എൻ്റെ S8 ആണോ 9 ആണോ ഞാൻ എവിടെ നിൽക്കുന്നത് എന്ന് നോക്കുന്നു. ടിക്കറ്റ് എവിടെ റോങ്ങിപ്പാലും അടിച്ചുകൊണ്ട് പോയോ അത് നോക്കുന്നു. ആകെപ്പാടെ ഇനി ഇഷ്ടംപോലെ സീറ്റുണ്ട് അന്നേരം ഇരിക്കാൻ, ഒരാൾക്കും ഇരിക്കണ്ട. അപ്പോൾ അത് ഒന്നുകൊണ്ട് പറഞ്ഞോട്ടെ, ഇന്ന് രാത്രിയിലെ മെസ്സേജ് കേട്ട് കഴിയുമ്പം ഒരുങ്ങി ഇരിപ്പ് അവസാനിച്ചിട്ട് ഒരുങ്ങി നിൽക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുന്ന എടക്കാട് കൺവെൻഷൻ്റെ 3 ദിവസങ്ങളായി ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് മുഴങ്ങുകയാണ്. മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് തൻ്റെ സഭയെ ചേർത്തുകൊള്ളുവാൻ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ടിക്കറ്റ് കൺഫേം ചെയ്യുക, നിൽക്കുന്ന പ്ലാറ്റ്ഫോം റെഡിയാണോ നോക്കുക, ഉറങ്ങുന്നവർ എഴുന്നേൽക്കുക, അടുത്ത ഉറക്കം നടിച്ചു കിടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കുക. യേശു വരാറായി. ഒന്നുകൂടെ പറയുന്നു, യേശു വരാറായി. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ശബ്ദത്തേക്കാൾ ഉപരിയായിട്ട് ആ വരവിൻ്റെ നാളും നാഴികയും അടുത്തിരിക്കുന്നു. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതൊരു അന്ത്യകാലം എന്നുള്ളതിനേക്കാൾ ഇത് അന്ത്യനാഴികയാണോ എന്ന് മനസ്സിലാക്കാൻ 1, 2, 3 തെളിവുകളാണ് പറയേണ്ടത്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് 3 തെളിവുകളാണ്. ഒന്ന്, വേദപുസ്തകം അല്പം അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ചിന്തയാണ്. ഒന്ന്, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്, അതുകൊണ്ടിത് അന്ത്യനാഴികയാണ്. 2, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയായിട്ടാണ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ടിത് അന്ത്യനാഴികയാണ്. 3, ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ശ്രുതി നിങ്ങൾക്കറിയാമല്ലോ. ആ യുദ്ധം റഷ്യയും ഉക്രൈൻ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. അവിടെ മുതൽ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചതാണ്. നമ്മൾ അതൊക്കെ വിട്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ആ യുദ്ധം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു, കർത്താവേ, ബലവാനും ബലഹീനം തമ്മിൽ യുദ്ധമുണ്ടായാൽ കാര്യമുണ്ട്, നീ എവിടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാവുണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കുന്നു. എവിടെ നിൽക്കുന്നു? റഷ്യയുടെ നമ്മൾ ഉക്രൈൻ്റെ പക്ഷത്താണ് നമ്മുടെ ആളുകളൊക്കെ പൊതുവെ നിന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജ് വന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു പോലും, മാർക്സിൻ്റെയും ലെനിൻ്റെയും എംഗൽസിൻ്റെയൊക്കെ പ്രതിമകൾ മാറ്റിയ ശേഷം യേശുക്രിസ്തുവിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് ഞാനെങ്ങും ഒന്നും വായിച്ചതില്ല, പത്രത്തിൽ കണ്ടുമില്ല, ന്യൂസിലൊന്നും കണ്ടില്ല. ഏതായാലും അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാം കൂടെ റഷ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം ഇതെല്ലാം തകർച്ച് യേശുവിൻ്റെ പ്രതിമ വയ്ക്കാൻ പോവുകയാണല്ലോ. എന്നാൽ പിന്നെ അങ്ങേർക്ക് പ്രഖ്യാപിച്ചു. നമ്മൾ റഷ്യയുടെ കൂടെയായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ വന്നപ്പോഴുണ്ട് ഒരു 50 പടയാളികൾ മഞ്ഞ് കെട്ടിടം മുകളിൽ നിന്നുകൊണ്ട് വേദോസം പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നു ഉക്രൈനിൽ. ഉടനെ നമ്മൾ അങ്ങോട്ട് ചാടി. കാരണം ഇതെല്ലാം ബന്ധിക്കൂസാരെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഉടനെ അങ്ങോട്ട് ചാടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഇപ്പുറത്ത് വീണ്ടും പുടിൻ പറയുന്നു, എവിടെയെല്ലാം ക്രൈസ്തവ സഭകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പള്ളി പണിയാനായിട്ട് റഷ്യയുടെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതായിരിക്കും. ഞാനെങ്കിലും കണ്ടിട്ടില്ല, ആർക്കും കിട്ടിയതായിട്ട്. ഏതായാലും ഈ പ്രസ്താവന വന്ന ഉടനെ നമ്മളെല്ലാം കൂടെ ഇപ്പുറത്തോട്ട് ചാടി. അപ്പോഴാണ് കേൾക്കുന്നത്, ഈ വ്ളാഡിമിർ സെലസ്കി എന്ന് പറയുന്ന ഉക്രൈൻ്റെ പ്രധാനമന്ത്രി സാധാരണക്കാരനല്ല, അവൻ യഹൂദനാണ്. ഒന്നും ചിന്തിച്ചില്ല, അവൾ അപ്പുറത്തോട്ട് ചാടി. നീ അവൻ യഹൂദനാണെങ്കിൽ അവനെ ജയിക്കാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ എങ്ങോട്ട് ചാടുമെന്ന് അറിയാൻ മേലാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇറാൻ്റെയും അതുപോലെ ഇസ്രായേലിൻ്റെയും യുദ്ധക്കെടുതിലേക്ക് വരുന്നത്. വേദപുസ്തകത്തിൻ്റെ ഈ 3 ലോകമഹായുദ്ധങ്ങളാണ് നടക്കാനുള്ളത്. 3ാം ലോകമഹായുദ്ധവും അർമഗദ്ദോൻ യുദ്ധവും ഗോഗ് മാഗോഗ് യുദ്ധവും. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞാണ് നിർത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി, വിഷയത്തിൻ്റെ വിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ 1-2 പോയിൻ്റുകൾ അവസാനിച്ചാൽ അവിടെ കൊണ്ട് നിർത്തും. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചോളൂലോ എന്ന് കരുതി ഒന്നും ഇട്ടേച്ച് പോകുന്നതല്ല, അവിടെ കൊണ്ടങ്ങ് നിർത്തി സമാധാനത്തോടെ പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. സമയം വൈകിയാൽ പിന്നെ നിങ്ങൾ വാച്ച് കിട്ടിയ കൈ കൊണ്ട് വലിയ പറയാൻ തുടങ്ങും. ബൈബിൾ പൊക്കി പിടിച്ച് സിപ്പിട്ട് എന്നെ കാണിക്കും. അതുകൊണ്ട് പുറകിലോട്ട് നോക്കി അച്ചായ പോകാമെന്നൊക്കെ പറയും. ഈ ഗതികേട് സഹിക്കാൻ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ആ സമയത്ത് തന്നെ അങ്ങോട്ട് നിർത്തുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 1ാമത്തെ ചിന്തയിടുവാനായി നമുക്ക് വരാം. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. എന്താണ് ദിവസങ്ങളിൽ 7ാം ദിവസമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമുക്ക് നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാമെന്ന് പറയുമ്പോൾ തുറക്കൊന്നും വേണ്ട, നിങ്ങളിങ്ങോട്ട് നോക്കിയിരുന്നേച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്ന എത്ര ദിവസങ്ങളാണെന്നറിയാമല്ലോ? എത്ര ദിവസമാണ്? 6 അല്ല 7 ദിവസങ്ങളാണ്.
അതിൽ 7-ാമത്തെ ദിവസം എന്തോ സൃഷ്ടിച്ചെന്നറിയാമല്ലോ. ഉൽപ്പത്തി 2:1 പറയുന്നത്, അനന്തരം ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, 7-ാം ദിവസം സൃഷ്ടിച്ചു, ദൈവം നിവൃത്തനായിരുന്നു. ആ ദിവസമാണ് സ്വസ്ഥത, അതാണ് വിശ്രാമം, അതാണ് ശബ്ബത്ത്. പഴയ നിയമത്തിൽ 4 വിധമായ ശബ്ബത്തുകളുണ്ട്. അതൊക്കെ കർത്താവ് നിവർത്തിച്ചത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഏതായാലും അതാണ് 7-ാം ദിവസം. മനുഷ്യനെ സൃഷ്ടിച്ച് എത്രാം ദിവസമാണെന്നറിയാമല്ലോ? എത്ര ദിവസമാണ്? ഒന്ന് പറഞ്ഞേ. 6-ാമത്തെ ദിവസമാണ്. 6 മനുഷ്യൻ്റെ സംഖ്യയാണ്. മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങളൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഈ 666 എന്താണെന്നറിയാമല്ലോ? 666. കണ്ടതിനും കേട്ടതിനൊക്കെ നമ്മളങ്ങ് വ്യാഖ്യാനിക്കുക. കമ്പ്യൂട്ടറാണ് 666 എന്ന് പറഞ്ഞു. പിന്നെ ആരാണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അണ്ട് ഈയിടൊരു മഹാൻ പറയുന്നത് കേട്ടിരുന്നൊരു മാസികയിൽ ഞാൻ വായിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അന്തിക്രിസ്തു വരുന്നത്. അന്തിക്രിസ്തു എന്ന പദമൊന്നും മലയാളമില്ല. എതിർ ക്രിസ്തു, ആൻഡോ ക്രിസ്റ്റോസ്, അതിൽ നിന്നാണ് അന്തിക്രിസ്തു പദം വന്നിട്ടുള്ളത്. എതിർ ക്രിസ്തു. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, അന്തിക്രിസ്തു വരുന്നത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം? നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ നിന്നാണ്. താഴെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, 3-6 ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. അതുകൊണ്ട് എവിടെ നിന്നാണ് പുള്ളി വരാൻ പോകുന്നത്? നിങ്ങളെങ്ങാനും കണ്ടായിരുന്നോ, കേട്ടായിരുന്നോ? ഇടയ്ക്ക് ഇതൊക്കെ വായിക്കണം കേട്ടോ. ഏതായാലും 3-6 കൂടുന്ന സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്, മൂവാറ്റുപുഴ. അതാ പുള്ളി കണ്ടിട്ടുമില്ല. ആകപ്പാടെ തടാകം പോലെ കിടക്കുന്ന മൂന്നാറിൽ പിടിച്ചിട്ടുണ്ട്. മൂന്നാറിൽ നിന്നാണ് അന്തിക്രിസ്തു വരുന്നത്. എൻ്റെ പൊന്നെ, കട്ടപ്പനയിൽ പണ്ടൊരു തോമസ് കുട്ടി യെരുശലേം ദേവാലയം പണിതു. കുറേ പേര് സാമ്പത്തികം അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുക്കുന്നവന് ബുദ്ധിക്ക് വല്ലതും ചിന്തിക്കണ്ടേ? യെരുശലേം എന്ന് പറയുന്ന സ്ഥലം കട്ടപ്പനയിലല്ല എന്നെങ്കിലും ചിന്തിക്കാനുള്ള മൂള നമുക്ക് വേണ്ടായോ? നമ്മളിങ്ങനെ എന്നാ പറഞ്ഞാലും അതിനൊക്കെ ആമയം പറയുന്ന കുറച്ച് ആളുകളാണ്. അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ പുറപ്പെടരുത്. ഇല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് തലശ്ശേരിയിലും തലപ്പറമ്പിലും ഒന്നുമല്ല യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നത്. അവൻ എങ്ങോട്ടേക്കാണ് പോയത്? മേഘങ്ങളെ വാഹനമാക്കിയാണ് പോയത്. എവിടേക്ക് പോയോ അവിടെ നിന്ന് വരുമെന്ന് പ്രവർത്തികളുടെ പുസ്തകം 1:11 അവിടുത്തെ 10 വിധമായ പ്രത്യേകതകളൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 6 മനുഷ്യൻ 6 എന്നുള്ള സംഖ്യ എങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ഇരിപ്പോല. 6 തുടങ്ങുന്നത് മുകളിൽ നിന്നാണ്. നമ്മളെല്ലാം വന്ന് അവിടെ നിന്നല്ലയോ? അല്ലയോ? ഇങ്ങനെ ഇനി എങ്ങനെ വരുന്നത്? നേരെ ലംബമായിട്ടല്ല, അങ്ങനെ ഇങ്ങോട്ട് നെഞ്ചും പിരിച്ച് വരികയില്ല. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരിക്കുന്നൊരു ആർച്ച് മോഡൽ. എങ്ങനെ ഇരിക്കുക? 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക എന്നൊക്കെ പറയും. 285 ദിവസം എന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. എന്തായാലും യാതൊരു കുഴപ്പമില്ലാത്തവരായിട്ടാണ് എല്ലാവരോടും ജനിച്ചത്. പിന്നെ ജനിച്ചതിന് ശേഷമുള്ള കുഴപ്പമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഇരിപ്പിനെ മനോഹരമായിട്ട് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചാൽ, ബിവറേജ് കോർപ്പറേഷൻ മുമ്പിൽ നിൽക്കുന്ന ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തോ ശാന്തമായിട്ടെന്നറിയാമോ? ചിലപ്പോൾ സിറ്റിയിലൊക്കെ നമ്മൾ കാണുമ്പം നല്ല ഇരട്ട ചങ്കന്മാരും ചെറുനാരങ്ങ കയറ്റി വയ്ക്കുന്ന കൊമ്പൻ വീശിയുള്ളവരൊക്കെ നമ്മളെ കാണുമ്പോൾ പമ്മി അകത്തോട്ട് പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ അകത്തോട്ട് കയറി ചമ്മി ചരഞ്ഞ് നിൽക്കുന്നൊരു നിപ്പുണ്ട്. എത്ര ശാന്തമായിട്ടാണ് നിൽക്കുന്നത്! ബിവറേജ് കോർപ്പറേഷൻ മുമ്പിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഈ ശാന്തത കണ്ടപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു അടിക്കുറിപ്പ് എഴുതി, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. സത്യമാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോവുക എന്ന് ആർക്കും അറിയത്തില്ല. ഒന്നാമത് കള്ളു കുടിച്ചാൽ കാര്യങ്ങൾ തലകീഴായി മറിയുമല്ലോ, അതും സത്യമാണ്. കുടിക്കുന്നതിന് മുൻപ് തോർത്തുമുണ്ട് തലയിൽ കാണും, ഉടുമുണ്ട് അരയിൽ കാണും. കുടിച്ചു കഴിയുമ്പോൾ കെട്ടിയതോ ആമുണ്ട് എവിടെ കാണും? തലയിൽ കാണും. തോർത്തുമുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ താഴെ കാണും എന്നേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്ന കാര്യമായി പറയുന്നത്. എങ്ങനെ വന്നിരുന്ന ശേഷമായിട്ട് തിരിച്ച് നമ്മൾ പോകണം, വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. അതാണ് ദൈവം വെച്ച പ്രകൃതിയുടെ നിയമം. പോകാനൊത്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന് മേലോട്ട് പോകാതെ ഗതി മാറി ഒഴുകുന്ന പുഴ പോലെ ഇങ്ങനെ ഒച്ചുരൂപത്തിൽ നിൽക്കുന്ന ചിത്രമാണ് 6 എന്ന് പറയുന്നത്. അതിൻ്റെ വളവ് നിവർത്താനാണ് തൊട്ടടുത്ത സംഖ്യാശാസ്ത്രത്തിലെ 7 എന്ന സംഖ്യയിൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. ഇവിടെ കൃത്രിപ്പുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബൈബിളിനകത്ത് കുറ്റം കണ്ടെത്താൻ ഇരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമാണ്. ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാൻ ഉള്ള കഴിവ്, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊന്നും മൃഗങ്ങൾക്കില്ല. ആർക്കേ ഉള്ളൂ? മനുഷ്യർക്കേ ഉള്ളൂ. മനുഷ്യൻ തമാശ കേട്ടാൽ ചിരിക്കണം, വികാരം വന്നാൽ കരയണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നാ കേട്ടാലും ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ, ഒരു ചിന്തകൻ പറഞ്ഞത്, എന്ത് തമാശ കേട്ടാലും ചിരിക്കാത്തതുണ്ടെങ്കിൽ ചിരിക്കാത്ത ഒരാളുടെ മുഖവും മൃഗത്തിൻ്റെ മുഖവും ഒരുപോലെ ഇരിക്കുമെന്നാണ്. ഒരു സെൽഫി എടുത്തുകൊണ്ട് പോയി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വീട്ടിൽ പക്ഷിമൃഗങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ നമ്മൾ വികാരജീവിയാണ്. അപ്പോൾ ആളുകൾ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യതയുള്ള മനുഷ്യനെ ഒരു പ്രയോറിറ്റി മുൻഗണന കൊടുത്ത ദൈവം 1-ാം ദിവസം സൃഷ്ടിക്കാത്തത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്?
തിയോളജിയിൽ അതിന് 5 അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര പ്രാധാന്യമുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ജനിപ്പിച്ച മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ 1-ാം ദിവസം സൃഷ്ടിച്ചില്ല, 6-ാം ദിവസമായിട്ട് ഒടുവിൽ സൃഷ്ടിച്ചു, പിന്നെ 7-ാം ഒന്നും സൃഷ്ടിച്ചില്ല? അങ്ങനെ ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്. ഞാൻ ഒരു IPCയിലെ പാസ്റ്ററിൻ്റെ കൂടെ നടന്നാണ് ചെറുപ്പകാലത്തൊക്കെ സുവിശേഷ വേലയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അന്നത്തെ സുവിശേഷ വേല എന്ന് പറഞ്ഞ ഉപദേശിമാരുടെ കൂടെ നടക്കണം. അതിൻ്റെ ഗുണമേ ഉള്ളെന്നാണ് ഞാൻ പറയാറ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ദൈവദാസന്മാരോട് പറയുന്നതും, നമ്മൾ ഈ BTHും BDയും ഒക്കെ ഉണ്ടെങ്കിലും തീപ്പെട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏതേലും ഉപദേശിമാരുടെ പുറകെ നടന്നൊക്കെ ഒന്ന് ചുറ്റിക്കളിച്ചൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കിളിയായി നടന്ന് ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. ബോണറ്റ് പൊക്കി ഏതെങ്കിലുമൊക്കെ വയറ് തമ്മിൽ കൂട്ടിക്കടിപ്പിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് തള്ളിക്കൊണ്ട് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ഈ സ്റ്റിയറിംഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ, പിന്നെ ക്ലച്ചും ബ്രേക്കൊക്കെ പുള്ളിയുടെ കാലയിലായിരുന്നു. ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് പോലും എവിടെയാണെന്ന് ഈ സ്കൂളിൽ പോയി പഠിച്ച പിള്ളേർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ 1-ാം ദിവസം ആദാമിനെ സൃഷ്ടിക്കാതെ 6-ാം ദിവസം സൃഷ്ടിക്കേണ്ട കാര്യം എന്താ? അത്രയും ഒരു അവഗണന മനുഷ്യർ ചെയ്യേണ്ട കാര്യമുണ്ടോ? പാസ്റ്റർ നല്ല കിടിലൻ മറുപടി, നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല 1-ാം തരം മറുപടിയാണ് അദ്ദേഹം ആദ്യം ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഈ മനുഷ്യൻ ആകപ്പാടെ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാണ്. എനിക്കും തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ നാളൊരു ബന്ധുക്കോസ് യോഗത്തിന് പോയി ചെന്നപ്പോൾ അവിടെ എഴുതി സീറ്റിംഗ് കപ്പാസിറ്റി 368 എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ 368 പേർക്ക് ഇരിക്കാനൊക്കത്തുള്ളൂ. ഒരു 10-250 പേര് യോഗത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ആ യോഗമെല്ലാം കഴിഞ്ഞു. അടുത്ത വർഷം അവരുടെ ഒരു മാസിക ഞാൻ കണ്ടപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് 1000കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന്. അപ്പോൾ ഞാൻ വെറുതെ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, 10-250 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ? പുള്ളി പറഞ്ഞു, കിടക്കട്ടെ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം, തള്ളുക, ഒരു പുട്ട് മുഴുവൻ തിന്നേൻ്റെ തള്ളലായി തള്ളുന്നത്. അപ്പോൾ ചുമ്മാ അങ്ങ് അടിച്ചു വിടുക. നമ്മുടെ യോഗത്തിൽ എത്ര പേരും നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ ഒരല്പമൊക്കെ ഒന്ന് പൊലിപ്പിക്കാമെന്നുള്ളതല്ലാതെ കണ്ടമാനമൊക്കെ നമ്മളിങ്ങനെ തള്ളരുത്. കണ്ടമാനമൊക്കെ നുണ പറയുന്ന ആളുകളെ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ജോയ് സഹോദരാ, മനുഷ്യൻ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാണ്. അപ്പോൾ ആദാമിനെ എങ്ങാനും 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോക. ഞാൻ പറഞ്ഞു, എന്തോ പറ്റും, ആ മനുഷ്യൻ ആദാം പറഞ്ഞുകൊണ്ട് നടന്നേനെ. 1-ാം ദിവസം ദൈവം എന്നെ സൃഷ്ടിച്ചു. 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്ന എല്ലാം ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേനെ. ഈ ഒരു ഗതികേട് ദൈവത്തിന് വരാതിരിക്കാനാണ് എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ദൈവശാസ്ത്രപരമായൊരു ചിന്ത ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ജനിച്ചതുപോലല്ല ആദാം ജനിച്ചത്. അരോഗ ദൃഢ ഗാത്ര എന്ന് പറഞ്ഞ കൈ ഇങ്ങനെ ഇട്ടാൽ മുട്ടുവരെയൊക്കെ നീളമെത്തുന്ന ആളെന്നൊക്കെ അർത്ഥമുണ്ട്. നിഘണ്ടുവിലൊക്കെ നമ്മൾ വായിച്ചറിയാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ട് അത് അങ്ങനെ ദൃഷ്ടി ആദ്യം പതിപ്പിക്കുന്നു, പിന്നെ കണ്ണ് വീഴുന്നു, പല്ല് വരുന്നു, നമ്മൾ പാല് കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളല്ലേ. ഇതങ്ങനല്ല. ആദാം ജനിക്കുമ്പോൾ തന്നെ പശുക്കുട്ടി ജനിച്ചും തുള്ളിച്ചാടുന്ന പോലെ ഒരു വലിയ മനുഷ്യനായിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഇപ്പം നമ്മുടെ കൊച്ചു പിള്ളേർ തന്നെ ചോദിക്കുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചോദിക്കുന്ന പിള്ളേരല്ല. ഇപ്പോൾ പിള്ളേർക്ക് മൊബൈൽ വേണം. ഏത് മൊബൈലാണ് പിള്ളേർക്ക് വേണ്ടത്? നിങ്ങൾ പറ. നമ്മുടെ കൊച്ചുകൾക്ക് ഏത് മൊബൈലാണ് വേണ്ടത്? ആപ്പിൾ. നമ്മുടെ കയ്യിൽ ഏതായിരിക്കും? നമ്മുടെ കയ്യിൽ പേരയ്ക്കായിരിക്കുന്നത്. അവർക്ക് ഏതാ വേണ്ടിയത്? അവർക്കിടത് ആപ്പിളാണെങ്കിൽ ഒരു വശം കടിച്ചതോ കണ്ടിട്ടില്ലയോ? ആപ്പിളിൻ്റെ പടം കണ്ടിട്ടില്ല? അതാണ്ട് ഇവിടെയൊക്കെ കണ്ടോ? അത് കണ്ടോ? ആപ്പിൾ ഒരു ഭാഗം കടിച്ചത്. ഈ കടിച്ച ആപ്പിളാണ് എല്ലാ പിള്ളേർക്കും വേണ്ടിയത്. അപ്പോൾ കടിക്കാത്ത എത്രയോ ആപ്പിൾ നമുക്ക് കടയിൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു, പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും നമുക്ക് ഉത്തരവില്ല. 80,000 1,00,000 രൂപയുടെയൊക്കെ വിലയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദാം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലോ, എനിക്കെവിടെ തിന്നാൻ, എനിക്കെവിടെ കുടിക്കാൻ, ജീവിക്കാൻ, ജീവിതം പങ്കിടാൻ എനിക്ക് ചോദിച്ചാൽ ദൈവം തമ്പുരാൻ വിഷമിച്ച് പോകത്തില്ലയോ? ദൂത് ആദ്യമായി കൃത്യമായി പിടിച്ചോളം 6 പിടിക്കുന്ന പോലെ, ആദാമേ, നിന്നെ ദൈവം ലോകത്തിൽ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് ജീവിക്കാനും ജീവിതം പങ്കിടാനും തിന്നാനും കുടിക്കാനും ഒക്കെയുള്ളത് 5 ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ച് അത് വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ ഒരാളോടും അത് പരസ്യപ്പെടുത്താതെ സീല് ചെയ്ത് പൊട്ടിക്കാതെ വെച്ചിട്ടാണ് താങ്കൾക്കൊരു ജന്മം ദൈവം ഇവിടെ തന്നിരിക്കുന്നത്. ഇടയ്ക്കാട് ദേശനിവാസികളോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നും ഏതൊക്കെ സ്കൂളിൽ നിങ്ങൾ പഠിക്കണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും
എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായിരിക്കണമെന്നും ഏതൊക്കെ കഷ്ടപ്പാടുകളിൽ കൂടെ ഏതൊക്കെ സന്തോഷങ്ങളിൽ കൂടെ പോകണമെന്നും ഏതൊക്കെ നാട്ടിൽ പോകണമെന്നും എവിടെ മരിച്ചടക്കപ്പെടണമെന്ന് കൃത്യമായി പാക്കേജ് ചെയ്ത ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. നമ്മുടെ കാലഗതികൾ അവൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആ ദൈവത്തെ വിശ്വസിക്കാൻ, ആ ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെടാൻ, ആ കർത്താവിനോട് വേർപെട്ട് വരാൻ, ഈ പുസ്തകം അന്തസ്സോടെ ചുമക്കാൻ നമ്മൾ ആരെയാ പേടിക്കുന്നത്? വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അപ്പം ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു കാലത്തൊക്കെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ധാരാളം പ്രതിസന്ധികളുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ പാട്ടുപാടി ആശ്വസിക്കുന്നൊരു പാട്ടുണ്ട്, മരിച്ചാൽ കുഴിച്ചിടാൻ സ്ഥലമില്ല, സഭാഹാളില്ല, ആ വലിയ വലിയ പള്ളികളില്ല, 2.25 സെൻറ്റിനകത്ത് 4 തെറ്റി കെട്ടിപ്പൊക്കി കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും മെഴുകിയെടുത്ത തറയും ഒക്കെയാണ് അന്നത്തെ രീതി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ AC ഹോളിരുന്ന് ആരാധിക്കുന്ന ആരാധനയേക്കാൾ അന്നത്തെ ആരാടെ പട്ടും അതിൻ്റെ പകിട്ടും പത്രാസുമൊക്കെ വിവരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ. അന്ന് ഞങ്ങൾ പാടിയൊരു പാട്ടുണ്ട്, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞിട്ടില്ല, അലകൾക്ക് തെല്ലും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല, നിന്റെ പിള്ളേരെ എവിടെ കെട്ടിക്കുമെന്നും എവിടെ ചത്താൽ കുഴിച്ചിടുമെന്നൊക്കെ സമൂഹം മൊത്തം വെല്ലുവിളിച്ചപ്പോഴും അന്നും കലപ്പയിൽ നിന്ന് കൈയെടുത്തിട്ടില്ല, ഇന്നും കലപ്പയിൽ നിന്ന് കൈയെടുത്തിട്ടില്ല. കൈയെടുക്കേണ്ട 100,000 സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു കരം കൊണ്ട് കൈലേസ് എടുത്ത് കണ്ണിന്ന് തുടച്ചിട്ട് മറുകരം കലപ്പയിൽ മുറുകെ പിടിച്ച് ആപ്തവാക്യം ഞങ്ങൾ ആവർത്തിച്ചുരുവിട്ടു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഞാൻ പറയട്ടെ, ആദാമേ, താങ്കൾ ജനിക്കുന്ന ദിവസം തന്നെ താങ്കൾക്ക് വേണ്ടിയുള്ള ഹവ്വായെ ദൈവം നമ്പുരാൻ ആ വാരിയലിനകത്ത് കരുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ദൈവാസൻ പറഞ്ഞല്ലോ, കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ ആവേശം കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര മനോഹരമായ ചിന്തകളാണ് പങ്കുവെച്ചത്. അപ്പോൾ ആദാമേന് ജനിക്കുമ്പോൾ തന്നെ ദൈവം നമ്പുരാൻ നിനക്ക് വേണ്ടി ഹവ്വായെ കരുതിയിരുന്നു. വളരെ ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ. നമുക്കറിയാം, പെസഹ കുഞ്ഞാനെ പിടിക്കുന്ന 10-ാം തീയതിയാണ്. 14-ാം തീയതി സന്ധ്യാസമയത്താണ് അതിനെ അറുക്കുന്നത്. അപ്പോൾ 4 ദിവസം മുൻപേ കരുതുവാൻ ദൈവം ശക്തനായ ദൈവമാണെന്ന് അബ്രഹാം ഇസഹാക്കിനെ യാങ്ങരിക്കുന്ന മോറിയാമലയെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കോലാടിന് കൊമ്പ് കാട്ടിൽ കുരുങ്ങണമെങ്കിൽ മിനിമം 15 വർഷത്തെ പഴക്കം വേണമെന്ന്. അങ്ങനെ ചിന്തിച്ചാൽ ആ ആശയം ശരിയാണെങ്കിൽ ഇസഹാക്കിന് 1 വർഷം പ്രായം കുറവാണെന്നേ. ഇസഹാക്ക് എന്ന് പറയുന്ന കോലാട്ടുകൊട്ടിന് പകരം, അല്ലെങ്കിൽ മോറിയാമിൽ അറക്കപ്പെടേണ്ട ഇസഹാക്ക് അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന് പകരമായി കുരൽ അറക്കപ്പെടേണ്ട കോലാട്ടുകൊറ്റന് 1 കൊല്ലം മുൻപ് ജന്മം നൽകിയവനാണ് ദൈവമെന്ന് ഓർക്കുമ്പോൾ കരുതുന്ന ദൈവത്തെ എങ്ങനെ കരമടിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവർ. ഏലിയാവിൻ്റെ കാക്ക നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കിരീത്തിനകത്ത് പോയിരിക്കുകയാ. ഒരു കാക്കയൊക്കെ കൊണ്ടുവന്ന് അപ്പം കൊടുത്താൽ ഇവിടെ ആർക്ക് തൃപ്തിപ്പെടാനാ പ്രിയപ്പെട്ടവർ? ആ കാക്ക ഞാൻ വായിച്ചപ്പോൾ എൻ്റെ അകവാട തള്ളിപ്പോയി. നൈജീരിയയിൽ നിന്നാണ് കാക്ക വന്നതെന്നാണ് ഞാൻ വായിച്ചത്. നൈജീരിയൻ കാക്ക. ആ ആശയങ്ങൾ ശരിയാണെങ്കിൽ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നൈജീരിയൻ കാക്ക റാവേൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കാക്ക. 3 മീറ്റർ നീളമുള്ള ചുണ്ട് അതിനുണ്ട്. 10 കിലോ ഭാരം ചുമക്കാൻ അതിന് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അരോഗ ദൃഢഗാത്രനായ ഏലിയാവിന് രാവിലെയും വൈകുന്നേരവും അപ്പം നിറച്ചും കൊണ്ട് കൊടുത്താൽ തൃപ്തി പ്രാപിക്കണമെങ്കിൽ 3 മീറ്റർ നീളമുള്ള കൊക്ക് തന്നെ വേണ്ടി വരും. 10 കിലോ ഭാരം ചുമക്കുന്ന ഭാരം തന്നെ വേണ്ടി വരും. അല്ലാതെ ഇടയ്ക്കാട് കൂടെ പറന്നു പോകുന്ന കാക്ക എന്ന് പറഞ്ഞ കാക്കയല്ല. അത് നമ്മുടെ തലയിക്കുന്ന അപ്പൊക്കാൻ വേണ്ടി കൊത്തിക്കൊണ്ട് പോകത്തേ ഉള്ളെന്ന്. ഈ കാക്ക എപ്പോഴാണ് സൃഷ്ടിച്ചത്? ആകാശത്തിൽ പക്ഷി മൃഗാദികൾ ഉണ്ടാകട്ടെ എന്ന് ഏലിയാവ് ജനിക്കുന്ന 750 കൊല്ലം മുൻപ് യഹോവ കൽപ്പിച്ചതാണ് ഈ കാക്കയെ. ഇന്ന് ആ കാക്കയെ നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന ഇടയ്ക്കാട് നിവാസികൾക്ക് വേണ്ടി യേശു മരിച്ചത് ഇന്നലെയല്ല, മിനിങ്ങാന്നല്ല, കഴിഞ്ഞ മാസമല്ല, കഴിഞ്ഞ വർഷമല്ല. താങ്കളൊക്കെ ജന്മം കൊള്ളുന്ന 2000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ പെസഹ കുഞ്ഞാനെ ക്രൂശിൽ അറുക്കപ്പെടുവാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ഈ രാത്രി ആവേശത്തോടെ ഞാൻ പറയുകയാണ്, ഇന്ന് കരുതാൻ ദൈവം ശക്തനാണ്. 4 ദിവസം മുൻപേ കരുതുവാൻ ദൈവം ശക്തനാണ്. 1 കൊല്ലം മുൻപേ കരുതുവാൻ ദൈവം ശക്തനാണ്. 750 കൊല്ലം മുൻപേ കരുതുവാൻ ദൈവം ശക്തനാണ്. 2000 കൊല്ലം മുൻപേ കരുതുവാൻ ദൈവം ശക്തനാണെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. ഇരുകരവും ചേർത്തടിച്ചുകൊണ്ട് ഇന്ന് രാത്രി പറയണം പ്രിയപ്പെട്ടവരെ, ഞാൻ പിടിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത അതൊരു പുളിങ്കൊമ്പിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇവനെ ആരാധിച്ചാൽ, ഇവനെ സ്തുതിച്ചാൽ തന്നിടം എന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം. കരുത്തനായ ദൈവത്തെ കരത്തിൽ പിടിച്ചവരുണ്ടെങ്കിൽ വാ തുറ
തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ആവശ്യം ആരംഭിക്കുന്നപ്പോഴ് അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടാണ്, അവസാനിക്കുന്നപ്പോഴ് ഒരു ശവപ്പെട്ടിയിലാണ്. നമ്മുടെയൊക്കെ ചിന്താഗതി അനുസരിച്ച് അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ട് ആരംഭിക്കുന്നു, ശവപ്പെട്ടിയിൽ അവസാനിക്കുന്നു. ശവപ്പെട്ടിയിൽ അടക്കം ചെയ്ത ശേഷവും ആരാണ്ടൊക്കെ അടിയന്തരമായി പല ആവശ്യങ്ങളുണ്ടെന്ന് പലരെങ്കിലും പഠിപ്പിക്കാറുണ്ട്. വേദപുസ്തകങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മരണാനന്തരമുള്ള പ്രക്രിയകളിലൊന്നും നമ്മളങ്ങനെ കടന്ന് വിശ്വസിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ധനവാനും ലാസറിൻ്റെയും ചരിത്രം കേട്ടിട്ടില്ലേ? ധനവാൻ അവിടെ ചെന്ന ശേഷം അറിയാമല്ലോ, 7 നല്ല കാര്യം ചെയ്തു പുള്ളി. നല്ല കാര്യമായി 7 ചെയ്ത് മേളിലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ? പ്രാർത്ഥിച്ചു, നല്ല കാര്യമല്ലേ? സഹോദരന്മാരെ കുറിച്ച് ആത്മഭാരം ഉണ്ടായി, നല്ല കാര്യമല്ലേ? ദാഹിച്ചു, നല്ല കാര്യമല്ലേ? തിരിച്ചറിവ്, അബ്രഹാം തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? പോട്ടെ, ഇവനെ തിരിച്ചു, ലാസർ തിരിച്ചറിഞ്ഞു, നല്ല കാര്യമല്ലേ? വേദന സഹിക്കുന്നു, സഹിക്കാനുള്ള കഴിവ്, നല്ല കാര്യമല്ലേ? അവൻ 7 നല്ല കാര്യം ചെയ്തു. പക്ഷേ അബ്രഹാം തീർത്തു പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ലെന്ന്. അതുകൊണ്ട് ചെയ്ത കാര്യം നല്ലതാണെങ്കിലും അത് ചത്ത കഴിയുമ്പോഴല്ല ചെയ്യേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രി മുകളിലേക്ക് നോക്കാൻ അവസരമുണ്ട്, ഇന്ന് രാത്രി ദാഹിക്കാൻ അവസരമുണ്ട്, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ഇന്ന് രാത്രി ആത്മഭാരത്തിന് അവസരമുണ്ട്, ഇന്ന് രാത്രി കണ്ണ് തുറക്കാൻ അവസരം. അതുകൊണ്ട് മരണാനന്തരമല്ല, മറിച്ച് ജീവിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ അത് മരിക്കുന്ന ലാഭമാകുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ദൈവം പറയുക, ഇവൻ എൻ്റെ നാമത്തെ വഹിക്കും കേട്ടോ. ഇവൻ മിസ്രൈമിലെ ആ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട് നിരസിക്കുകയും തൻ്റെ ജനത്തിന് വേണ്ടി നിന്നെ അനുഭവിച്ചുകൊണ്ട് അവൻ പാളയത്തിന് പുറത്തേക്ക് കഷ്ടം അനുഭവിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് ദൈവത്തിന് മനസ്സിലായി. അവൻ കൊട്ടാരം വിട്ടിട്ട് പാളയത്തിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ച A-Z, ആ കുഞ്ഞിൻ്റെ പേര് മോശ എന്ന് പറയുന്നത്. മോശയുടെ അമ്മയുടെ മുലപ്പാലിൻ്റെ പണം മുതൽ ദൈവം നമ്പനെ കൊടുക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾ ജില്ലാ കളക്ടർ ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അമ്മയുടെ മുലപ്പാലിന്റെ പണം വെച്ച് നീട്ടാനുള്ള തൻ്റെ ഇടം ലോകത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്കായി ഇറങ്ങി വന്നാൽ, നിങ്ങൾ ദൈവത്തിനായി ഇറങ്ങി വന്നാൽ, വേണ്ടി വന്നാൽ അപ്പനും അമ്മയും മകനും മകളും സഹോദരങ്ങളും നിങ്ങൾ നിഷേധിച്ചാലും വേണ്ടി വന്നാൽ കുടിച്ച മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ പണം വരെ കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. നെബോ പർവ്വതത്തിന്റെ മുകളിലേക്ക് അവനെ വിളിച്ചോണ്ട് വന്ന് മടിയിൽ ഉറക്കിയാണ് അവനെ യാത്രയാക്കിയതെന്ന് അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്, കരുതുന്ന ദൈവത്തെ. അമ്മയുടെ മുലപ്പാല് മുതൽ അടക്കുന്ന പെട്ടി വരെ സ്വർഗം പേയ്മെന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കരമടിച്ചോ, ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കൺവെൻഷൻ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മോനെ ഈ ഫീഡ്ബാക്കിൻ്റെ ശബ്ദം കുറച്ചും കൂടി എനിക്ക് തന്നാൽ നല്ലതാ, എൻ്റെ ശബ്ദം തീരെ പോയി കിടക്കുക, ഇതിനകത്ത് ഇല്ല, അതിനകത്ത് വല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാക്സിമം തന്നേര്. ഇത് വളരെ പരിമിതപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഈ സുവിശേഷ വേലക്കാരുടെയൊക്കെ വീട്ടിലല്ലേ മിക്കവാറൊക്കെ കിടക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ കിടക്കും, ഷാവ് പാസ്റ്റർ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള പുതയ്ക്കാനും പുതപ്പില്ലാത്ത എത്രയോ ഉപദേശിമാർ വീട്ടിലൊക്കെ കിടക്കുന്നത്. നാളെ ഓമല്ലൂർ മീറ്റിങ്ങുകളുണ്ട്, ഞാൻ അങ്കമാലിക്ക് പോകുന്നില്ല, അതോടെ കഴിഞ്ഞാണ് പോകുന്നത്. രാത്രി തന്നെ പിന്നീട് കോഴിക്കോടാണ്, വെള്ളി ശനി ഞായറൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ജീവിതമൊക്കെ കണ്ടുകൊണ്ട് ആൾക്ക് പലപ്പോഴും നോക്കും ഭയങ്കര പൈസ എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ ആരോട് പറയാൻ കൊള്ളാം. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യയെ വീട്ടിൽ ചെന്നപ്പം എനിക്ക് 3 അളിയന്മാരാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ TPM നിന്ന് വിശ്വാസമില്ല, TPM കാരിയായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ മൂത്ത അളി എന്നോട് ചോദിക്കുക, അളിക്കുന്ന എന്താ പണിയെന്ന്. ഞാൻ പറഞ്ഞു സുവിശേഷ വേലയാണ്. അപ്പോൾ രണ്ടാമത്തെ അളിയും ചോദിക്കുക സൈഡാണോ മെയിനാണോ എന്ന്. ഞാൻ പറഞ്ഞു മെയിനാണ്. മൂന്നാമത്തെ അളിയും ചോദിക്കുക എങ്ങനെ ജീവിക്കുന്നതെന്ന്. അന്ന് എനിക്ക് 4 രൂപ 50 പൈസയാണ് സ്വത്രക്കാഴ്ചയുള്ളത്. അതാണെങ്കിൽ സഭാ സെക്രട്ടറി എടുത്തുകൊണ്ട് പോകും, കാരണം ഉച്ചയ്ക്ക് അവിടെ വീട്ടിലെ ഊണ്. ഒരു മുട്ട പൊരിച്ച് തരും, കാരണം അവസാനം കണക്ക് നോക്കുമ്പോൾ വരവുക ചെലവുക മുട്ടക എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല, അതോടുകൂടെ സംഗതി തീർന്നു. അങ്ങനെ അന്നത്തൊക്കെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ ആളും ചോദിക്കുക എങ്ങനെയാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ല. കല്യാണം കഴിച്ച് 4-ാം ദിവസം ആയതുകൊണ്ട് ഞാനങ്ങനെ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയോ എപ്പോൾ നോക്കിയാലും വെള്ള ഷർട്ടും, ശരിയല്ലേ TPMലെ ഉപദേശിമാരെ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോൾ നോക്കിയാലും വെള്ളമുണ്ടും വെള്ള ഷർട്ടും നല്ല കുട്ടപ്പനായിട്ടാണല്ലോ വരുന്നത്. അന്നൊക്കെ സ്റ്റിഫാൻഷ്യന് ഉജാലയൊക്കെ മുക്കി അവരൊക്കെ TPM
പൊടിയൊക്കെ മുക്കി നല്ല സൂഷാറായിട്ടല്ലേ വരുന്നത്. അപ്പം എന്നോട് പറയാം അതിന് മാത്രം കിട്ടുന്നുണ്ട് അല്ലേന്ന്. ഞാൻ പറഞ്ഞു അതിന് മാത്രമേ കിട്ടൂ, യുവജാലം മേടിക്കാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെട്ടത്. എന്നാലും പ്രിയപ്പെട്ടവർ, നമ്മുടെ വരവും പോക്കുമൊക്കെ കണ്ടാൽ ആരെങ്കിലും നമുക്ക്, നിങ്ങൾ എൻ്റെ പേരിരിക്കുന്ന ദൈവദാസന്മാർ അച്ഛനടക്കമുള്ളവർ നിങ്ങൾ നോക്കുകയും ആരെങ്കിലും മുഖത്ത് ഒരു 2 ലക്ഷം രൂപ ശമ്പളം കുറവുള്ളവരുടെ മുഖച്ചായ നിങ്ങൾക്ക് കാണോ? ഇല്ല. ജില്ലാ കളക്ടർ വന്നിരുന്നാൽ പോലും വലിയ പ്രയാസം. ഇവരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മിനിമം 2-3 ലക്ഷം രൂപ ശമ്പളമുള്ളവരെ പോലെ ഒരു കൊമ്പനാന കിലിങ്ങി വരുന്ന പോലെയല്ലോ സെയിലൊക്കെ വരുന്നത്. ആ വരവൊന്ന് കാണേണ്ട വരവാ. സത്യം പറഞ്ഞാൽ ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസമൊക്കെ എന്തോ ചെയ്യും, വരവുക ചെലവുക ഇല്ലക എന്നൊക്കെ പറഞ്ഞ് എഴുതി വിടണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. എന്നാലും ആ വരവും പോക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ എപ്പോഴും തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഈ ദൈവദാസന്മാരുടെ മാത്രം ശമ്പളത്തിന് പ്രത്യേക പേരുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? സപ്പോർട്ട് എന്നാണ്. കേട്ടിട്ടില്ലേ? ആ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. അത് ആരിട്ടാന്ന് എനിക്ക് ആർക്കറിയാം. മറ്റെല്ലാവർക്കും ശമ്പളമാണ് കേട്ടോ. ആ സ്വീപ്പർ പോസ്റ്റ് ആണെങ്കിലും 18,000 ആണെങ്കിലും ഒക്കെ ശമ്പളമാണ്, സാലറിയാണ്, സർക്കാർ ജോലികൾ. നമ്മുടെ ഉപദേശിമാർക്കും അച്ഛന്മാർക്കൊക്കെ തൊട്ടിരിക്കുന്നത് സപ്പോർട്ട്. അപ്പം ഞാൻ പണ്ടൊരു പ്രായമുള്ള ഒരു പാഷ ചോദിച്ചു, എന്തുവാ പാഷ സപ്പോർട്ട്? ആ പാഷ പറഞ്ഞു, പാഷേ ഈ കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് എന്തോന്ന് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോഴെനിക്കിതിൻ്റെ സംഗതി മനസ്സിലായത്. നമ്മുടെ ഷാഫ് പാസ്റ്റർ പ്രൊസ്പെക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രൊസ്പെക്ടർമാരും സെൻട്രൽ പാസ്റ്റർമാരൊക്കെ ഉണ്ട്. ഞാൻ അവരെ ഒന്നും ഉദ്ദേശിച്ചങ്ങനെ അവർ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും വിചാരിക്കരുത്. അപ്പം അവരുടെ കയ്യിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉപദേശിമാരെയൊക്കെ അവരിങ്ങനെ ചിലപ്പോൾ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കും. എന്ന് പറയുമ്പം പിന്നെ സപ്പോർട്ട് ഏറെ നാളും തരാൻ നോക്കത്തില്ല, വാഴക്കൊല മൂത്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് എടുത്ത് എവിടെ കൊടുക്കും? അടുത്ത വാഴയ്ക്ക് വെച്ച് കൊടുക്കും എന്നൊക്കെ നമ്മളെ പേടി. ഇന്നലെ സെൽഫ് ആകണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം, സഭ വളരണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കും, സപ്പോർട്ട് മാറ്റാമെന്ന്. അവരെ 10 പ്രാവശ്യം വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ വാഴക്കൊല ഇന്ന് വരെ മൂത്തിട്ടില്ല. പ്ലാസ്റ്റിക്കിൻ്റെ വാഴക്കൊല കല്യാണപ്പന്തലിൽ വെച്ചിരിക്കുന്ന പോലെ ഒരു കാലത്ത് ഞങ്ങളുടെ വാഴക്കൊല മൂക്കത്തില്ല. മൂത്താ പിന്നെ ഷാവുപ്പാസ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വകുപ്പ് വേണ്ടേ? കാര്യം 200, 300, 500 കിട്ടുന്നുള്ളെങ്കിലും ഒന്നുകൂടെ പറഞ്ഞ ഭാഗം ഞാൻ വിടുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ 4 സെൻറ്റ് മുതൽ 4 ഏക്കർ വരെ 4 നടുമുറ്റൊക്കെ വിട്ടേച്ചും പൊത്തെന്ന് പറയുന്ന പാഴ്സേജിനകത്ത് തെങ്ങിക്കൂടി താമസിച്ചിട്ടും, ഞാൻ പറയും ഞങ്ങളുടെ പാഴ്സേജൊക്കെ പണ്ട് കണ്ടാലുണ്ടല്ലോ സഭാഹാരുടെ സൈഡിലാണ്. ആ തിങ്കൾ മുതൽ വ്യാഴാഴ്ച വരെ പ്രാകാരമാണ്. വെള്ളിയാഴ്ച 2-3 സഹോദരിമാർ വരുമ്പം വിശുദ്ധ സ്ഥലമായിട്ട് മാറും. ഞായറാഴ്ചയാണത് കൃപാസനം. അവിടെ ഇരുന്ന പിള്ളേർ അപ്പിയിടുന്നത്. അപ്പോൾ സഭക്കാർ പറയും പാസ്റ്ററിൻ്റെ പിള്ളേരെ അവർക്ക് പ്രാകാരം വല്ലതും ഉണ്ടോ? അവർക്ക് വല്ല പ്രകാരവും അതങ്ങ് കഴിഞ്ഞു പോയച്ചാൽ. അതുകൊണ്ട് ഈ പരിസിലൂടെ കടന്നു പോന്നിട്ടും പ്രിയപ്പെട്ടവരെ ഒന്നും പിന്മാറാത്തൻ്റെ കാര്യം എന്താണെന്നറിയാമോ? കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്നേ. അതുകൊണ്ട് ദൈവദാസന്മാരെ, ദൈവമക്കളെ, കർത്താവിനെ വിശ്വസിച്ച പ്രിയപ്പെട്ടവരെ, പെൺകുഞ്ഞുങ്ങളുള്ളവരെ, സാമ്പത്തികമില്ലാത്തവരെ, മാറാ രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുറപ്പിക്കുന്നു, കരുതുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ഞാൻ 6-ാം ദിവസത്തിലേക്ക് വരികയാണ്. 6-ാം ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. 6-ാം ദിവസം കഴിഞ്ഞപ്പോൾ 7-ാം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 6-ാം ദിവസം കഴിഞ്ഞ് 7-ാം ഒന്നും ഉണ്ടാക്കാത്തത്? അപ്പോൾ ഒരു വയ്യം പറഞ്ഞു, 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയതോടുകൂടി ദൈവത്തിന് മതിയായി. ഇനി ഞാൻ യാതൊരു പരിപാടിക്കും നിൽക്കുന്നില്ല, തീരുമാനിച്ചെന്താ. അതൊക്കെ തമാശ രൂപത്തിൽ വിടാം. നമുക്ക് 7-ാം ദിവസത്തിലേക്ക് വരാം. 7-ാം ദിവസമാണല്ലോ സ്വസ്ഥത, അതാണല്ലോ ശബ്ബത്ത്, അതാണല്ലോ വിശ്രാമം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് വായിക്കുന്നത്, മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. ഇപ്പം ശബ്ബത്തുകൾ മാറിപ്പോയി. അത് സുതാര്യമാണ്, സുവ്യക്തമാണ്. വിശദീകരിക്കുവാൻ ഇവിടെ സംവാദവേദികൾ അല്ലല്ലോ. അപ്പം ശബ്ബത്തുകൾ മാറിപ്പോയെങ്കിലും ശബ്ബത്തിൻ്റെ അനുഭവം ഇതുവരെ വന്നിട്ടില്ല. എവിടെ വാക്യം? എബ്രായ ലേഖനം. ഒന്ന് വായിച്ച് നല്ലതാ. 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച് ശബ്ദത്തിനെ കുറിച്ച് എന്താ പറഞ്ഞു നോക്കിക്കേ, വായിച്ചോളൂ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. കേട്ടോ? അപ്പൊ ശബ്ബത്ത് മാറിപ്പോയെങ്കിലും എന്തനുഭവം വന്നിട്ടില്ല നമുക്കിതുവരെ? ശബ്ബത്തിൻ്റെ അനുഭവം വന്നിട്ടില്ല. ശബ്ദത്തിൻ്റെ അനുഭവം എന്താ? നിശ്ചിത ദൂരമേ നടക്കാൻ പാടുള്ളൂ, മൃഗങ്ങളെ ജോലിയെടുപ്പിക്കാൻ പാടില്ല, ദാസീദാസന്മാരെ ജോലിയെടുപ്പിക്കാൻ പാടില്ല. അന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊത്തം ആരാധനയാണെന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം, ഇല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ 45 കൊല്ലം മുമ്പേ വിശ്വാസത്തിൽ വന്നതാണ്. അന്നൊക്കെ ആരാധന ആരംഭിക്കുന്ന ശനിയാഴ്ചയാണ്, അറിയാമല്ലോ. ശനിയാഴ്ച ഒരു യോഗം ഉണ്ടായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? എന്ന് ഉറക്കെ പറഞ്ഞ്. അറിയാം. ഇപ്പം അത് വല്ലതും ഉണ്ടോ?
ഇപ്പം ആ യോഗമില്ല. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു യോഗമുണ്ട്, കുത്തിത്തിരിപ്പ് യോഗം എന്ന് പറയും. ഇപ്പം ശനിയാഴ്ച വൈകിട്ട് ഒരു കാത്തിരിപ്പ് യോഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് എങ്ങനെ ഇതൊക്കെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നൊരു യോഗമുണ്ട്. അതിൻ്റെ പേര് ആ കുത്തിത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇതൊക്കെ ആ കമ്മിറ്റിയൊക്കെ വേണം കേട്ടോ. പക്ഷേ ഈ അഭിഷേകമില്ലാത്തവരും കൃപയില്ലാത്തവരും ഒക്കെ കയറിയിരിക്കുന്നതാണ് വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ ആരാധന കഴിഞ്ഞിട്ടുണ്ടല്ലോ, ശനിയാഴ്ച തുടങ്ങുക, ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ 9 മണിക്ക് വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന ആളുകളാണ്. ആത്മതപനം ചെയ്ത് സ്തോത്രം ചെയ്ത് അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിച്ചാണ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. ഇപ്പം ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ആരാധന പകുതിയാകുമ്പോൾ നമ്മൾ പിന്നെ മൂപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ വെച്ചിരിക്കുക. ഇനി അടുത്ത് മൂപ്പിക്കലാണെന്നും പറഞ്ഞാൽ നമ്മൾ മൂപ്പിക്കുകയാണ്. പക്ഷേ പണ്ടൊക്കെ ആരാധനയ്ക്ക് അങ്ങ് ആരാധിച്ചങ്ങ് നമ്മൾ ഈ പറഞ്ഞ് 5 ഗീറിലും കയറി കഴിഞ്ഞാണ് പിന്നെ പാട്ടൊക്കെ നമ്മൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് എത്ര പേരാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നറിയാമോ? ഇന്നിപ്പോൾ എന്തോ സംഭവം? ഇനി അന്ന് ആരാധന അന്ന് എത്ര അങ്ങനെ സമയമൊന്നും ഇല്ലെന്നേ. അന്ന് ഉച്ച കഴിഞ്ഞ് പിന്നെ നേരെ ഒരു കവലയിൽ ചെന്ന് യേശു ക്രിസ്തുവിനെ വെച്ച് പരശോധന നടത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? വല്ലവർക്കും വല്ല ഓർമ്മയുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും? അതൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ കൊള്ളാമോ? അതങ്ങനെ വന്ന് എൻ്റെ പാട്ട് കോവിഡ് കാലം വന്നപ്പോഴേക്കും അതിന് മുമ്പ് ഒരു 3 മണിക്കൂറായിരുന്നു. 3 മണിക്കൂർ ആരാധന, 3 മണിക്കൂർ ആരാധന. എന്തെങ്കിലും ആട്ട്. ഈ കോവിഡ് വന്നപ്പോഴേക്കും നമ്മുടെ ആരാധന 1 GB ആരാധനയായി. 1 GB എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവർക്കും അറിയാം. ഒരു കള്ളച്ചിരി ചിരിക്കുന്നത് കണ്ടോ? 1 GB ഒക്കെ ഭയങ്കര രസമാണ്. ഒരെണ്ണം വീഡിയോ ഓൺ ചെയ്യുകയില്ല. ഞങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കും. ആളുകൾ വന്നിരിക്കുന്ന ഇരിപ്പൊക്കെ കാണണം പൊന്നെ. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഒരു സഭയിൽ സഭായുദ്ധനം, അന്നേരമാണ് എല്ലാ ജർമ്മനി ഇവർ എവിടെയൊക്കെ പോയി എന്നറിയുമ്പോൾ, കാരണം 10 പൈസ തരികയും വേണ്ട, ഒരു തമ്പിട്ടാൽ മതിയല്ലോ. പ്രസംഗം നന്നായിരുന്നു. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോയി. രസകരമായൊരു പ്രസംഗം നടത്തി. എവിടെയാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിലാണ്. 45 കുടുംബമുള്ളൊരു സഭ. അപ്പോൾ പാസ്റ്ററിനോട് പറയുക, 45 ഡിവൈസ് ഉണ്ട്, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ലോകം അറിയപ്പെടുന്ന കർത്താദാസൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പൊക്കിയൊക്കെ വെച്ച്. ഞാൻ നോക്കിയപ്പോൾ ആകെപ്പാടെ 4 പേരുണ്ട്. ഒന്ന് പാസ്റ്ററുണ്ട്, ഒന്ന് പിന്നെ പാട്ട് പാടുന്ന ഒരു സഹോദരിയും ഒരാങ്ങളെയും പെങ്ങളുമാണെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു അമ്മച്ചിയുണ്ട്, ഞാനുമുണ്ട്. 4 പേരേ ഉള്ളൂ. 45 പേര് 41 പേരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അവരൊക്കെ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കാം. പണ്ടാരോ പറഞ്ഞല്ലോ, ശവക്കോട്ടം ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ജോയി പാറയ്ക്കൽ 1967 ജനനം, വയസ്സ് പിടികിട്ടിയല്ലോ 60. അപ്പോൾ ഇനി മരണം കൂടെ എഴുതി വെച്ച് ഇതുപോലെ എല്ലാവരെയും മൊബൈൽ നോക്കുമ്പം ആപ്പിൾ പറയുമ്പോൾ നമ്പറൊക്കെ കാണാം, ആളെ കാണില്ല, ശവക്കോട്ടയിലായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പാട്ടുകാരൊരു അതിക്രമം ചെയ്തു. പാട്ട് കഴിഞ്ഞപ്പം അവരങ്ങ് ഓഫ് ചെയ്ത്. എനിക്കൊന്നും വേറെ എവിടെയെങ്കിലും പാടാനൊക്കെ പോയി കാണുമായിരിക്കും, കുറ്റമൊന്നും പറയാനൊക്കത്തില്ല. പാട്ടുകാരൊക്കെ വളരെ വിഷമിച്ചൊരു സമയമാണ് ആ സമയം. പറഞ്ഞാൽ ശുശ്രൂഷകളൊന്നും കാര്യമായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി പിന്നെ ഞാനും പാസ്റ്ററും അമ്മച്ചിയുള്ളൂ. നോക്കുമ്പോൾ അമ്മച്ചി എൻ്റെ ചായ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ്, പിന്നെ അമ്മച്ചി ഇനി പോയിട്ട് വരണം. പിന്നെ ആരേ ഉള്ളൂ? ഞാനും പാസ്റ്റേ ഉള്ളൂ. പാസ്റ്റർ പറയുക, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ നമ്മോട് സംസാരിക്കും, ഈ ചെറിയ കൂട്ടായ്മയിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞേച്ചും എന്നെ ക്ഷണിച്ചേച്ചും അങ്ങേര് ഓഫ് ചെയ്തു. എനിക്ക് ഈ പ്രസംഗമത്തി അങ്ങനെ ദേഷ്യം വരുന്ന പതിവൊന്നുമില്ല. പക്ഷേ അന്ന് എൻ്റെ ഷാപ്പാസ് ആദ്യമായിട്ട് ദേഷ്യം വന്ന് ഞാൻ വിചാരിച്ചു, ഇതൊരു വല്ലാത്ത മോശമായിപ്പോയില്ല. ഞാനെന്തെന്നറിയാമോ, പെട്ടെന്നൊരു ബുദ്ധി വന്നു, ഞാനതങ്ങ് പ്രയോഗിച്ചു. അത് പുള്ളിക്ക് ഏറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ അന്നേരം പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെയും കാണുന്നില്ല, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. പക്ഷേ അത് തുറന്നാലേ ഒരു സുഖമുള്ളൂ, കണ്ടാലേ എനിക്കൊരു സുഖമുള്ളൂ. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്കൊരു 8 പേരെങ്കിലും വാ. അപ്പോൾ ഒരു 10-17 പേര് വന്നു. എന്തെല്ലോ നമ്പറുകൾ ഉണ്ടായിപ്പോൾ നമുക്കെന്തറിയാമോ? കോവിഡ് കഴിഞ്ഞ് 33% ആളുകൾ പള്ളിയിൽ കയറിയിട്ടില്ല. എന്താ കാര്യം? പള്ളിയിൽ മൊത്തം കോവിഡാണ്. ബാങ്കിൽ കോവിഡില്ല, ഇറച്ചിക്കടയിൽ കോവിഡില്ല, ബസ്സിനകത്ത് കോവിഡില്ല, പള്ളിക്കകത്താണ് മൊത്തം കോവിഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പം ഒരു പാസ്റ്ററോട്, അമ്മാമ്മ എന്താ ആരാധിക്കാൻ വരാതിരുന്നത്? അമ്മാമ്മ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ അവിടെ വന്നാൽ ഈയോബിൻ്റെ പുസ്തകമല്ലയോ പ്രസംഗിക്കുന്നത്, 2-ാം അധ്യായമല്ലേ ആയിട്ടുള്ളൂ, കഷ്ടപ്പാട് ആരംഭിച്ചിട്ടേ അല്ലുള്ളൂ, 42-ാമത്തെ അധ്യായമാകുമ്പം വരാം. അവിടെയാണല്ലോ ഇരട്ടി അനുഗ്രഹം കിടക്കുന്നത്. തന്നെയല്ല, വീട്ടിലെ സഭായോഗമില്ലേ പാസ്റ്ററെ, എന്തോ ഒരു പാസ്റ്റർമാരെ പ്രസംഗിക്കുന്നത്, എന്തോ ഒരു പാട്ടാ പാസ്റ്ററെ. അവിടെ ഒന്നും പിന്നെ ആരായി പാടാനുള്ള അപ്പച്ചൻ്റെ പാട്ടും ഒരു തമ്പേരടിച്ചാൽ. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വീട്ടിലെ സഭായോഗം കഴിഞ്ഞ്, നിങ്ങളൊരു കാര്യം ഓർക്കണം കേട്ടോ, ഞാൻ പവർ വിഷന് എതിരല്ല, അവരുടെ മീറ്റിങ്ങിൽ ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ സഭായോഗം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ശാരീരികമായിട്ട് വല്ല പ്രയാസമൊക്കെ
ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ആരാധന കൂടാനുള്ളൂ, അല്ലാണ്ട് പള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പ്രത്യേകം നിങ്ങൾ ഓർത്തോളണം. ഏതായിരുന്നാലും അന്നത്തെ അമ്മച്ചി വന്നില്ല. അന്ന് പിറ്റത്തെ വ്യാഴാഴ്ച അപ്പച്ചൻ ബാത്റൂമിൽ ഇങ്ങനെ തെന്നി ഒരു വീഴ്ച അങ്ങോട്ട് വീണു. അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ ഒന്ന് ഓടിവായോ, ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ശുശ്രൂഷയുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം 5 വൻകരയിലായതുകൊണ്ട് അപ്പച്ചനെയും അമ്മച്ചനെയും ആശുപത്രി കൊണ്ടുവന്ന് ഗ്യാസ് മേടിച്ചു കൊടുക്കുന്നു. എല്ലാ പണിയും ഇപ്പം ഞങ്ങൾക്കുള്ളതാണ്. പ്രത്യേക ശുശ്രൂഷയൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പാസ്റ്ററെ ഓടിവായോ. പാസ്റ്റർ എന്താ പറ്റി, നല്ല മിടുക്കൻ പാസ്റ്റർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാസ്റ്റർ എന്താ പറ്റി അമ്മച്ചി, അപ്പച്ചൻ ബാത്റൂമിൽ വീണു, ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ പാസ്റ്റർ പറയാം, ആ പവർ വിഷൻ ഇഷ്ടംപോലെ പാസ്റ്റർമാരുണ്ടല്ലോ, ഒരാളെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. വളരെ നല്ല ഗംഭീരമായ മറുപടി ആയിപ്പോയത് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കഷ്ടപ്പാടും പ്രയാസമൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വല്ലതും പഠിച്ചോന്നായി ചോദിക്കുന്നത്. എല്ലാം പഠിച്ചോ? നമ്മുടെ സ്വഭാവങ്ങളൊക്കെ എങ്ങനെ നമ്മൾ, അപ്പോൾ ശബ്ദത്തിൻ്റെ അനുഭവം മാറിയിട്ടില്ല, അത് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ ദൈവത്തോടുകൂടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ? ഞാൻ അപ്പോൾ പറഞ്ഞു ആരാധന, അവിടെ എന്താ പണി? ഇതാ പറയുന്നേ, എനിക്കറിയാമല്ല കാര്യമായിട്ട്. എന്തായാലും അവിടെ ആരാധനയൊക്കെ കാണും. ഇനി അവിടെ ഫുൾ ടൈം ആരാധന പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഭയാനകത? 1 ദിവസമാണോ, 2 ദിവസമാണോ, 3 ദിവസമാണോ, 10 കൊല്ലമാണോ, 20 കൊല്ലമാണോ, 1000 കൊല്ലമാണോ? സ്വർഗത്തിൽ എന്തുവാ? അപ്പോൾ ആരാധന നമ്മൾ ചെന്നുവിട്ടാൽ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ? പറ. അവിടുത്തെ ആരാധന നമ്മൾ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്നറിയാൻ ഇവിടുത്തെ ആരാധന ഒന്ന് പഠിച്ചാൽ പോരെ? ഇവിടുത്തെ ആരാധന 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ കയറുമോ ഇല്ലയോ എന്നറിയാൻ. മനസ്സിലായോ? ഇവിടെ എപ്പോഴാണ് വരുന്നത്? അരമണിക്കൂർ വൈകി. എപ്പോഴാണ് പോകേണ്ടിയത്? അരമണിക്കൂർ നേരത്തെ പോകണം. 12:30 ഒരാൾ മുട്ടയിലെഴിഞ്ഞ് ഫുൾപിറ്റിലേക്ക് വരുന്നു. മുട്ടയിലെഴിഞ്ഞ് ഞാൻ വിചാരിച്ചു നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആപ്പം നദി കയറി മറിഞ്ഞപ്പോൾ അല്ല, ഇയാൾക്ക് 12:00 കല്യാണത്തിന് പോകാൻ വേണ്ടി പാസ്റ്റർക്ക് സ്വോത്ര കാഴ്ച കൊടുക്കാൻ വരുന്ന വരവാ, മുട്ടയിലെഴിഞ്ഞ് വരുന്നു. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ പോയി, അവസാനത്തെ അരമണിക്കൂർ പോയി. ഇനി എത്ര മണിക്കൂറുണ്ട്? 3 മണിക്കൂർ. ഇനി എത്ര മണിക്കൂറുണ്ടെന്ന്? 2 മണിക്കൂർ. ആ 2 മണിക്കൂർ എന്തോ ചെയ്യുന്നേ? 2 പ്രാവശ്യം തുപ്പാൻ പോയി, 3 പ്രാവശ്യം മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി. ഒരു കൊച്ചു കയ്യിലുണ്ടെങ്കിൽ അതാണ് കാരുണ്യ ലോട്ടറി. ഒരു പിച്ചും അതിനെ കൊണ്ട് വെളിയിലോട്ട് പോകും. ഞാനിങ്ങനെ നടക്കുക, പള്ളിക്കിട്ട് നടക്കുക. ചില സഹോദരിമാർ പള്ളി വരുന്നതിന് വലിയ ബിഗ് ഷോപ്പറുമായിട്ടാണ്, കണ്ടിട്ടില്ലേ? 1 ലിറ്റർ പാല്, ഹോർലിക്സ്, ബോൺവിറ്റ, പിന്നെ ഞാലിപ്പൂവിൻ്റെ പഴം, പിന്നെ നാട്ടി ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് നമ്മളായിരിക്കും കൊച്ചിന് കൊടുക്കാനല്ല. മുറ്റത്തോട്ട് ഇറങ്ങി കൊച്ചു കരയുന്നു, ബിസ്ക്കറ്റ് പൊട്ടിച്ചു, കൊച്ചിന് കൊടുത്തു, കൊച്ചിന് വേണ്ട തള്ള തിന്നു. അടുത്ത് പൊട്ടിച്ചു, കൊച്ചിന് വേണ്ട തള്ള തിന്നു. തീറ്റ മുഴുവൻ ആർക്കാ? ഒറ്റവാക്കി പറഞ്ഞാൽ കൊച്ചിനെ പ്രസവിച്ചപ്പം കൊച്ച് 1,750, ഈ സഹോദരി 58 കിലോ. 6 മാസം കഴിഞ്ഞപ്പം കൊച്ച് 1,850, 100 ഗ്രാം കൂടിയിട്ടുണ്ട്. ഇത് 98 കിലോ. അപ്പോൾ തിന്നാരാന്ന് മനസ്സിലായല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതേലും പള്ളികളിൽ പിള്ളേർ ബിസ്ക്കറ്റ് തിന്നുമോ? നിങ്ങളോടാ ചോദ്യം. അച്ഛനിവിടെ ഇരിപ്പുണ്ടല്ലോ, പറ. ഏതേലും മർത്തോമപ്പള്ളി, CSI പള്ളി, കത്തോലിക്ക പള്ളി, യാക്കോബ് പള്ളി പിള്ളേർ ബിസ്ക്കറ്റ് തിന്നുമോ? നമ്മുടെ പള്ളിയിൽ തിന്നുമോ? അത് തിന്നാനാ വരുന്നത് തന്നെ. ഇങ്ങനെ വരിക, 2 പള്ളിയിൽ ഒരു കൊച്ചങ്ങോട്ട് പൊട്ടി തിന്നുന്നു, മറ്റേ കൊച്ചിങ്ങനെ നോക്കിയിരിക്കുന്നു. ഇതൊക്കെ എവിടെ നടക്കും? നമ്മുടെ പള്ളി നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ കർത്താവായ യേശുവേ. എന്തോന്നിനെ വേഗം വരാൻ? തിരിച്ച് പറ, പതുക്കെ വരാൻ പറ. നമ്മളൊന്ന് ശരിയാകാദ്യം, എന്നിട്ട് വേഗം വരാൻ പറ. അതുകൊണ്ട് ഓർത്തോളം, ഇത് ദിവസങ്ങളിൽ ശബ്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. ആത്മീക ദാരിദ്ര്യം, അങ്ങനല്ലേ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? ആദാം മുതൽ നോഹ, അബ്രഹാം 2000 കൊല്ലമാണ്. അവിടെ മുതൽ ക്രിസ്തുവിൽ 2000 കൊല്ലമാണ്. ക്രിസ്തുവിൽ ഇന്ന് 2026 കൊല്ലമായി. എത്ര വർഷമായി? മൊത്തം എത്ര കൊല്ലമായിന്ന്? 6026 കൊല്ലം. കണക്ക് ശരിയാണോ? അപ്പോഴും കൃത്രികാർ ചോദിക്കും, അല്ല പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ കോടിക്കണക്കിന് വർഷങ്ങൾ. ദിനോസറുടെ ഫോസിലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾ. ക്ലിയർ ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിൽ 4 തിയറികളുണ്ട്. ആ തിയറി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്ന് 2-ാമത്തെ വാക്യം. പക്ഷേ ഭൂമി എവിടെ കിടക്കുന്നത്? ഉൽപ്പത്തി 1-ൽ വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത്. വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, 79%. 21 കരഭൂമി. അതിനാണ് ഭൂമി എന്ന് പേരിട്ടത്. പക്ഷേ അതല്ല സത്യം. 136-ാമത്തെ സങ്കീർത്തനത്തിൽ കൃത്യമായിട്ടുണ്ട്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.
അപ്പോൾ ഭൂമി വെള്ളത്തിന് മേൽ തന്നെയായിരുന്നു. എപ്പോഴാണ് താഴെ വന്നത്? യെശയ്യാപ്രവചനം 14-ാം അധ്യായം ഏഗസ്കെ 28. ഇവിടെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അത്രയും മനസ്സിലാക്കുക. അവിടെ മുതൽ ഇതുവരെ 6026 കൊല്ലമായി. ഇനി കണക്ക് പറയാം. നമ്മുടെ 1000 സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെയാകുന്നു. ആദാം മുതൽ ഇതുവരെ 6000 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കടയിൽ എത്ര ദിവസമായി? പറ. 6 ദിവസം. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന എത്രാം ദിവസമാണ്? 7-ാം ദിവസം. പഴയ നിയമത്തിൽ 7-ാം ദിവസം എന്തോ സംഭവിച്ചു? 7-ാം ദിവസമാണ് വിശ്രാമം, 7-ാം ദിവസമാണ് ശബ്ബത്ത്, 7-ാം ദിവസമാണ് സ്വസ്ഥത. അപ്പം 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 7-ാമത്തെ ദിവസമാണെങ്കിൽ ഈ ദിവസം സഭ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം, സഭ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കണം, സഭ വിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കണം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പുട്ടുപിടുങ്ങിയിട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ എന്നെ നോക്കുന്നു, തള്ളണോ കൊള്ളണോ എന്ന്. പിന്നെ നിങ്ങൾ കണക്കൂട്ടാൻ മിടുക്കന്മാരല്ലേ? പാസേ 1000 കൊല്ലമല്ലേ ഒരു ദിവസം? അതെ. ഇപ്പം 26 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ? അതെ. 974 കൊല്ലം കിടക്കുകയല്ലേ? അതെ. ഇപ്പോൾ ഒരു സ്വത്രം പറയണം. എന്താ കാര്യം? ഏതൊരു കാര്യവും ആരംഭിക്കുന്ന ദിവസം ഉച്ച കഴിഞ്ഞല്ല, ദിവസത്തിൻ്റെ ആരംഭത്തിലാണ്. രാജ്ഞി രാജാവിൻ്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസം പ്രഭാതത്തിലല്ലേ? ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസം ഉച്ച കഴിഞ്ഞല്ല, പ്രഭാതത്തിലാണ്. യേശുക്രിസ്തു മണവാട്ടിക്ക് വേണ്ടി മണിയറ ഒരുക്കുവാൻ പോയത് 3-ാം ദിവസത്തിന്റെ പ്രഭാതത്തിലാണെങ്കിൽ ആ മണിയറയിൽ ഈ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ ദിവസത്തിന്റെ ആരംഭ സമയത്താകുമെന്ന് പറഞ്ഞാൽ അവൻ വാതിൽക്കൽ തന്നെയായിരിക്കുന്ന ഉറപ്പുള്ള എത്ര പേരുണ്ടോ ഇന്ന് രാത്രിയിൽ? മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിന്റെ സൂചന കിട്ടും, ഓരിയിടുവാൻ തുടങ്ങും. അറിയാമോ? നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും തൻ്റെ അവിടെ മഴക്കാറ് വന്നപ്പോൾ നിങ്ങൾ കോഴിക്കൂട് തുറന്നിട്, കോഴി അകത്ത് കയറുകയില്ല. എന്താ കാര്യം? ഇവിടെ മഴ പെയ്യുമെങ്കിൽ മാത്രമേ കോഴിയും താറാവും അകത്ത് കയറത്തുള്ളൂ. ഇല്ല, 4.5 മൈൽ അപ്പുറത്തെ മഴ പെയ്യത്തുള്ളെങ്കിൽ അത് അവിടെ പമ്മി നിൽക്കും. പക്ഷിശാസ്ത്രം പറയുന്ന കാര്യമാണ്. അപ്പം മഴ പെയ്യുമോ ഇല്ലെന്നറിയാം, അവർ നോക്കിച്ചാൽ മതി. പോട്ടെ, മുണ്ടക്കൈ ചൂരൽമല അറിയാമോ? എവിടാ? വയനാട്. ഏതെങ്കിലും പട്ടിയത്തോ? ഏതെങ്കിലും സ്വതന്ത്രമായി വിഹരിച്ച മൃഗങ്ങൾ ചത്തോ? ആര് ചത്തു? കെട്ടിയിട്ടതൊക്കെ ചത്തു. എന്താ കാര്യം? മലയുടെ ഒരു ഭാഗം അടർന്ന് താഴെ വീണപ്പോഴേ മനസ്സിലായി പോസ്റ്റുകൾ ചെരിഞ്ഞു, വൃക്ഷങ്ങൾ കുലുങ്ങി. പക്ഷികൾക്ക് മനസ്സിലായി ഇതിൻ്റെ അടിയിൽ എന്തോ നടക്കുന്നുണ്ട്. അവർ കൂടുവിട്ട് അകന്നുപോയി. ഈ ഭൂമിയെ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന ക്രസ്റ്റ്, മാൻഡിൽ, കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്. 35 കിലോമീറ്ററാണ് ക്രസ്റ്റ്, 2870 കിലോമീറ്ററാണ് മാൻഡിൽ. 20 ലിത്തോസ്ഫിയർ പ്ലേറ്റുകൾ അവിടെയുണ്ട്. 3ാമതാണ് കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്, ബൈബിൾ പറയുന്ന നരകം. അപ്പോൾ ഭൂമിയിൽ വെള്ളം ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തേക്ക് പോകണ്ടേ? പാറകൾ പിളർന്നാണ് ഈ വെള്ളം തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പൊട്ടി ജലാംശങ്ങൾ, വെള്ളങ്ങളൊക്കെ പുറത്തു വരുന്നത്. തമര് വെച്ചാൽ അടിച്ചാൽ പൊട്ടാത്ത പാറകൾ വെള്ളം കൊണ്ട് കീറിയെടുക്കാൻ പറ്റും. അതാര് മനസ്സിലാക്കിയെന്നറിയാമോ? നിലത്ത് കിടന്നുറങ്ങുന്ന മൃഗങ്ങൾക്ക് മനസ്സിലായി ഭൂമിക്കടിയിൽ എന്തോ കിടുകിട കീറുന്നുണ്ട്, പൊടുപട പൊട്ടുന്നുണ്ട്, ജീവനുണ്ട്. അവർ സ്ഥലം വിട്ടു. പക്ഷേ ഡ്യൂറോവളസ് മെത്തക്കകത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യന് മനസ്സിലായില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഭൂവാസിയെ, പേടിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഭൂമി പൊടുപട പൊട്ടും, കിടുകിട കീറും, അത് കാവൽ മാടം പോലെ ചാഞ്ചാടും. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയുന്നു, മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനത്തിന്റെ സൂചന കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘത്ത് ഇവിടെ ഖനീഭവിച്ച് ഇവിടെ പെയ്യുമോ 4 മൈൽ അപ്പുറത്ത് പോയ കൃത്യമായി സൂചന കിട്ടുമെങ്കിൽ ഇവിടുത്തെ ചൂരൽമലയിൽ മുണ്ടക്കൈയിൽ അവിടുത്തെ പക്ഷിമൃഗാദികളെ കൃത്യമായി സൂചന കിട്ടിയെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അവന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട കാന്തയായ ദൈവസഭയ്ക്ക് മണവാളനാകുന്ന ക്രിസ്തു കാന്തൻ വെളിപ്പെടുന്ന സൂചന അകത്തളങ്ങളിൽ എന്തുകൊണ്ട് കിട്ടുകയില്ല? പരമാർത്ഥമായ മനസ്സുകൾ ഇന്ന് രാത്രിയിൽ ഉണർത്തപ്പെടുന്നുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേച്ച് പറ, അവൻ വാതിൽക്കൽ തന്നെ ഒരുങ്ങി ഇരിക്കേണ്ട സമയമല്ല, എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണിതെന്ന്. രക്ഷ വളരെ അടുത്തിരിക്കുകയാണ് മക്കളെ. അടുത്ത അവിടെ കേട്ടിട്ട് നിർത്താം നമുക്ക്. അതിൻ്റെ ദിവസങ്ങൾ എന്താണത്? 7-ാം ദിവസമാണ്. സ്തോത്രം. ഇഷ്ടമുണ്ടെങ്കിൽ പറ. പോകാൻ ഇഷ്ടമുണ്ടെങ്കിലല്ലേ പറയുള്ളൂ, ഇല്ലേ? നമ്മളെന്തേ സ്വന്തം പറയാത്തതെന്നറിയാമോ? ഒന്നാമത് ഈ പിള്ളേരെല്ലാം വിദേശത്ത് പോയേക്കുക.
പിള്ളേരെല്ലാം അവിടെ പോയി ഒന്ന് പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പച്ച പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു വരാൻ പോവാന്നൊക്കെ പറയുന്നത്. എങ്ങനെ സ്വത്വം പറയാനാ? ഉറപ്പിച്ചോ? അടുത്ത പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്തണം. എന്താണെന്ന് പറയുമ്പോൾ ഇത് 7ാമത്തെ തലമുറയാണിത്. എന്താ 7ാം തലമുറ? ഉൽപ്പത്തി 5-ാം അധ്യായത്തിലേക്ക് വരാം. 5-ാമത്തെ ഒന്ന് എടുത്തു വെച്ചോ. 5-ാമത്തെ 1-ാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി 5-ാമത്തെ 1-ാമത്തെ വാക്യം വായിക്കും. ആദാമിന്റെ വംശപാരമ്പര്യമാമിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ, അതൊന്ന് ശ്രദ്ധിച്ചോളേ, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്നോട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് വംശാവലി കൊടുത്തിരിക്കുന്നത്. വംശാവലി എന്താണെന്നറിയാമോ? അവിടെ വംശപാരമ്പര്യം. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. എന്താ പേരെന്തുവാ? ശേത്ത്. ഒരുപാട് ആളുകൾ ചിന്തിക്കുന്ന ആദാമിന് 2 പിള്ളേരെ ഉള്ളെന്നാണ്. ഒരുത്തനെ കൊന്നു. പിന്നെ അടുത്ത ചോദ്യം, മറ്റേ പുള്ളിക്ക് എവിടെ നിന്നാണ് പെണ്ണ് കിട്ടിയെന്നാണ്. കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരമെല്ലാം അവിടെ കിടപ്പുണ്ട്. 130ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. ശേത്ത് എന്ന് പേരിട്ടു. 800-ലേറെ സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. പുത്രന്മാരെയും ജനിപ്പിച്ചു. അപ്പോൾ എത്ര മക്കളുണ്ടായിരുന്നു ആദാമിന്? ഏകദേശം 100-800 പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ലേ? ഉണ്ട്. നമ്മുടെ മാതിരിയാണോ? നമുക്കിപ്പോൾ ആകപ്പാടെ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയാണോ? അന്ന് ആണ്ടിലൊന്ന്, ഇപ്പോഴോ ആകപ്പാടെ 1. തെളിവ് വേണോ? ഇനി യാക്കോബ് അവിടെ പോയി തിരിച്ചു വരുമ്പം വർഷം 14. എത്ര പിള്ളേരുണ്ടെന്ന് പറ. ഇപ്പം കണക്ക് ശരിയായോ? ഉണ്ട്. 14 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് അത്രയും പിള്ളേരുണ്ടെന്ന്. അപ്പോൾ ഇപ്പോഴല്ലേ ആകപ്പാട് പ്രശ്നമാക്കിയിരിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും പിള്ളേരുണ്ട്. അപ്പോൾ പണ്ടത്തെ ഒരു ദൈവത്തിനൊരു നീതി എന്ന് പറയുന്നത്, ആ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നിങ്ങൾ തലമുറകളുടെ ചരിത്രം പഠിച്ച ഒരു പഠനമാണ് കേട്ടോ, ക്ലിയർ ആകണമെന്നില്ല. 1000 കൊല്ലമാണ് ഒരു പുരുഷായുസ്. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. അവിടെ 2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും ആയുസ് 900-നും 1000-നും ഇടയിലാണ്. ആദാമിന് എത്ര ആയുസ്? 930. വെതുശാലേഖിനോ 69. അപ്പം 969 കേട്ടോ. അപ്പോൾ 2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും 900-നും 1000-നും ഇടയിലാണ് ആയുസ്. പുരുഷ ആയുസ് മിനിമം 1000 കൊല്ലമായിരുന്നു. ഇനി 1000 കൊല്ലം കൊണ്ട് ഇവിടെ 1-ാമത്തെ പാരഗ്രാഫ് 1-ാം തലമുറയാണ്. 2000 കൊല്ലം കഴിഞ്ഞല്ല അടുത്ത തലമുറ ജനിക്കുന്നത്. 1-ാം തലമുറ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2-ാം തലമുറ ജനിക്കുകയാണ്. എൻ്റെ വീട്ടിൽ 4 തലമുറയുണ്ട്. ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്. 4 തലമുറ എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ എണ്ണാം. അപ്പോൾ 1000 വർഷം കൊണ്ട് ആദാമിൻ്റെ ആയുസ് തീരുമ്പോഴേക്കും 5-6 തലമുറകൾ ജനിക്കുകയാണ്. അങ്ങനെ 1-ാമത്തെ പാരഗ്രാഫ് 1-ാമത്തെ തലമുറയാണ്. 2-ാമത്തെ ഖണ്ഡിക 2-ാം തലമുറ. 3-ാമത്തെ പാരഗ്രാഫ് 3-ാം തലമുറ. 4, 5, 6, 7. 7-ാമത്തെ തലമുറയാണ് 21-ാമത്തെ വാക്യത്തിൽ കാണുന്ന ആൾ. അതൊന്ന് വായിച്ചേ. ഉൽപ്പത്തി 5:21. 7-ാം തലമുറ വായിക്ക്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി അറിയാം. ഞാൻ വായിപ്പിക്കുന്നില്ല. സമാധാനം ആയിക്കോട്ടെ. പുസ്തകങ്ങൾ അടച്ചോ. സമാധാനം ആയിക്കോട്ടെ. അടച്ചാലെങ്കിലും സമാധാനം വരട്ടെ. ഇതോടെ വായിക്കുന്നത് 7-ാം തലമുറയിൽപ്പെട്ടവൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഹാനോക്ക്. ഇവിടെ 1, 2, 3, 4, 5, 6, 7 എണ്ണണോ? യൂദായുടെ ലേഖനത്തിൽ വാക്യമുണ്ട്. പറഞ്ഞേ. ആദാം മുതൽ, കണ്ടോ, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. സത്യത്തിൽ 700-ാമനായിരിക്കും. പക്ഷേ 1000 വർഷത്തെ ആയുസ് വെച്ച് നോക്കുമ്പോൾ 7-ാമനാണ് ഹാനോക്ക്. ഈ ആശയം ഇതിലേക്ക് എടുത്താൽ എന്ന് മനസ്സിലാകും. ആദാം മുതൽ ഇതുവരെയുള്ള 6000 കൊല്ലം കൊണ്ട് 100,000 തലമുറ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ 4 തലമുറയുണ്ട്. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ 2-ാം തലമുറ 3-ാം തലമുറയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. 1000 വർഷമാണ് ദൈവത്തിന് ഒരു തലമുറയായി അന്നത്തെ കണക്കെടുത്താൽ. 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ കണക്കിൽ എത്ര തലമുറയെ പോയിട്ടുള്ളൂ? 6 തലമുറ. ദിവസത്തിൻ്റെ വ്യത്യാസം അതാ. നമ്മളിവിടെ ഭൂമി സൂര്യ കറങ്ങുന്ന വരുമ്പോൾ 365. ചൊവ്വായിലും വ്യാഴത്തിലും ആ ദിവസത്തിൻ്റെ കണക്കല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ കണക്കിൽ 6 തലമുറയെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കാട് യോഗത്തിൽ പ്രസംഗിക്കുന്ന ജോയി പാറക്കിലും
കേൾക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ കണക്കിൽ എത്രാം തലമുറയിൽപ്പെട്ടവരാണെന്നറിയാമോ? ഉറക്കെ പറ. 7-ാം തലമുറയിൽപ്പെട്ടവരാണ്. 7-ാം തലമുറയിൽപ്പെട്ട ഹാനോക്കിന് എന്തോ സംഭവിച്ചു. ഇനി വായിക്കണ്ട ആൻറ്റി പുസ്തകം മടക്കിക്കോ. പറ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. എന്തോ അടുത്തെന്താണ്? എടുത്തുകൊള്ളപ്പെട്ടതിനാൽ 365 സംവത്സരം. ഒരു മാലയിട്ട് കൊടുക്കണ്ടേ? ഹാനോക്കിനെ നോക്കുമ്പോൾ എന്തും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഒന്ന്, ഒരു ഭാര്യയോടുകൂടി ഇത്രയും കൊല്ലം ജീവിച്ചു. അപ്പോൾ ഒരു സ്തോത്രം പറയണ്ടേ? ആണ്ടോ ഇപ്പോഴൊക്കെ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തുക. 15 കൊല്ലം മതി. നാളെ കോടതി ചോദിക്കുന്നു എത്ര മക്കളുണ്ട്? ഒരു കൊച്ച്. ആണോ പെണ്ണോ? പെണ്ണ്. ജീവിച്ചുകൂടെ? 10ാം ക്ലാസ്സിൽ പഠിക്കല്ലേ? പറ്റത്തില്ല സാർ. ഇപ്പോൾ കോടതി ചോദിച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടെ? പറ്റത്തില്ല സാർ. അണ്ടർസ്റ്റാൻഡിങ്? പറ്റത്തില്ല സാർ. അപ്പോൾ ഈ കോടതിയുടെ വിഷമം കൊണ്ട് ചോദിക്കുക, കൊച്ചേ ഷർട്ടിൻ്റെ ഒരു ഭാഗത്ത് കീറലുണ്ടായാൽ നിനക്ക് തയ്യലറിയാമോ? അറിയാം. സൂചി നൂലും വെച്ച് അത് തുന്നിയിട്ട് നടന്നുകൂടെ? കോടതി അഡ്ജസ്റ്റ് ചോദിക്കും. അപ്പോൾ ഈ പെൺകുച്ച പറയും ഇടാം സാർ, പക്ഷേ ഷർട്ടിൻ്റെ എല്ലാ ഭാഗവും കീറിയതാണെങ്കിൽ തുന്നുന്നതിനേക്കാൾ നല്ല പോയി തുണി മേടിക്കുകയല്ലേ? മേടിച്ചോളാൻ പറഞ്ഞു. ഡിവോഴ്സായി. ഉണ്ടോ? പണ്ടൊക്കെ 25 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മളെ കാരണന്മാർ 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് കയ്യൊക്കെ ഇങ്ങനെ വാച്ചൊക്കെ പിടിച്ച് കൊടയൊക്കെ പിടിച്ച് 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. പണ്ടങ്ങനെയല്ലേ? ഇപ്പോഴങ്ങനെയാണോ? ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി. എന്താ കാര്യം? ഇത് 25 വരെ പോകൂല എന്ന് അവർക്കും അറിയാം. അതാ കാലം പോയ പോക്ക് നിങ്ങൾക്കറിയാമോ? ഞാൻ രസകരമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. രസകരമായ ചോദ്യമാണ്. ഉത്തരം മനസ്സിൽ കരുതിയാൽ മതി. കയ്യൊന്നും പൊക്കണ്ട. ഇനിയൊരു ജന്മമുണ്ടായാൽ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഉണ്ടായാൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ ഭർത്താവ് മതിയോ? അതിൻ്റെ തല കുമ്പിട്ടിരിക്കുന്നു. ഒരെണ്ണം സ്വത്രം പറയണ്ടോ നോക്ക്. മതി ഭാഷയെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എന്താ പറയാത്തതിൻ്റെ കാര്യം എന്താ? പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഏടാകൂടങ്ങളെ മാറുന്ന മേള വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മക്കളോട് ഇനി ജന്മമുണ്ട് ഈ മാതാപിതാക്കൾ മതിയോ നിങ്ങൾക്ക്? ഭാഷയെ അറം പറ്റുന്ന വാക്ക് പറയാതെ ബുദ്ധിയോ ബോധവും ഇല്ലാത്ത 2 കഴുതകളാണ് മാതാപിതാക്കൾ പിള്ളേർ ചിന്തിക്കുന്നത്. ശരിയാണ് മക്കളെ, ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ അത്രയും ബുദ്ധിയും ബോധമൊന്നും ഇല്ലെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഞാനൊക്കെ സമ്മതിച്ച കാര്യമാണ്. വാട്സാപ്പിൽ വല്ലതും നമുക്കറിയാമോ? ഒന്നുകൊണ്ടാലും പിടിക്കാനും അല്ലാതെ ഈ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ 5 മിനിറ്റ് കൊണ്ട് പരിപ്പെടുത്ത കൈ തരും. പിള്ളേർക്ക് ഇതെല്ലാം അറിയാമെന്ന് ഒരു കാര്യം ഓർത്തോളണം. ഈ കാർന്നന്മാരെ പിള്ളേർക്ക് റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്ന കാര്യം അറിയാമോ? അവർക്ക് നമുക്ക് ഇച്ചിരി ഭംഗിക്കുറവുണ്ട്, വിദ്യാഭ്യാസം സത്യമാണത്. പക്ഷേ പിള്ളേരോടൊരു ദൂത് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ കാർന്നന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ കാർന്നന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യം ഉണ്ടായിരുന്നു. എന്താ തെളിവ്? അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഓഞ്ഞ മോന്ത നിങ്ങൾക്ക് കിട്ടിയത്. അതാ എൻ്റെ തെളിവ്. അവിടെ കാർന്നന്മാരെ ഒത്തിരി സ്വത്രം പറയണം. നിങ്ങൾ കേട്ടോ? ചോദ്യത്തിലേക്ക് വരാം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, നടക്കത്തില്ലെങ്കിലും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും മക്കളെയും ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റാൻ ആഗ്രഹിച്ച് കണ്ടേക്കാം. പക്ഷേ ഒരു കാര്യം ഓർത്തോളണം. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കരമടിച്ച് മറുപടി തരണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സേവിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ നിങ്ങൾക്ക് ദൈവമായിട്ടെന്ന് ചോദിച്ചാൽ കരഘോഷം 1 മിനിറ്റ് നീണ്ടാലും കുഴപ്പമില്ലെന്ന് എടക്കാട് ദേശം മുഴുവൻ കേൾക്കത്തക്ക നിലവാരത്തിൽ പറയണം. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധനായിട്ട് മറ്റൊരുവനില്ല. ആദരിക്കുവാൻ കൊള്ളാകുന്ന, ആരാധിപ്പാൻ കൊള്ളാകുന്ന, അനുതാപനം ചെയ്യുവാൻ കൊള്ളാകുന്ന മറ്റൊരുവരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ വേറെ ഒരു നാമമില്ല. യേശുവിന് പകരം വെക്കാൻ രക്ഷിതാവില്ല ലോകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇഷ്ടികയുടെ വലിപ്പമുള്ള മൊബൈലൊക്കെ പിടിച്ച് നടന്നു. അത് ഇവിടെയേ ചേർത്ത് വെക്കാവൂ. ഹൃദയത്തിനകത്ത് യേശുവിനോട് കൂടെ നടന്നു. ഈ ഇടയ്ക്കാട് കൺവെൻഷൻ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് എടുക്കപ്പെട്ടതിനാൽ കാണാതെയായി. 7ാം തലമുറയിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ചോ, ഒരുപക്ഷെ നടന്നു പോകുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് 7ാമത്തെ തലമുറ. കരമടിച്ചോ ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന്. എത്ര പേർ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ?
യേശുവിന്റെ വരവും മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനല്ലേ ഇപ്പോഴൊക്കെ മരണം? അങ്ങനല്ലേ? അല്ലേ? ആണ്ടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. ഇപ്പോഴത്തെ മരണമായി പറയുന്നത്. ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ച ആൾ മരിക്കുന്നു. കണ്ടല്ലേ നിങ്ങൾ? കർത്തൃമേശയ്ക്ക് വേണ്ടി അപ്പവിഞ്ഞകൾ ആള് കുഴഞ്ഞു വീഴുന്നു, മരിച്ചിട്ടില്ല. തൃശ്ശൂരിൽ ഞങ്ങളുടെ അടുത്ത സഭയിൽ ഒരമ്മച്ചി പ്രാവിനുള്ളതുപോലെ ചെറുകനിക്കുണ്ടായിരുന്നുവെങ്കിൽ അവിടെ ഇരുന്നു. ആൾക്കാരുടെ പാട്ട് പാടി. സങ്കടം വന്നിട്ടായിരിക്കും പാട്ട് കഴിഞ്ഞ് നോക്കുക, അമ്മച്ചി മരിച്ചിരിക്കുക. കാസർഗോഡ് ഒരു ചർച്ചിൽ ഒരമ്മച്ചി ആരാധനയുടെ ഇടയ്ക്ക്, നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്, മുൻപോട്ട് വന്നപ്പോഴൊരു മൊബൈൽ നോക്കിക്കൊണ്ടാണോടി ദൈവകൃപയിൽ ആശ്രയിച്ച താഴെ വെച്ചിട്ട് ആത്മാവിൽ ആരാധിക്കടി, ഇടിച്ച പിള്ളേരെ ആരാധിപ്പിച്ചേ. മണിക്കൂറുകൾ ആരാധന നീണ്ടു, 45 മിനിറ്റ് ആരാധന നീണ്ടു. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷേ നിരവധി തമ്പേരടിച്ചിട്ടും കെട്ടുപൊട്ടാത്ത 6 കുട്ടികൾ അന്നത്തെ സഭായത്തിൽ അഭിഷേകം പ്രാപിച്ചു. ആരാധന കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അമ്മച്ചിക്കൊന്ന് ഒരു സന്തോഷം, ഒരു അപ്രിസിയേഷൻ കൊടുക്കാം. ചെന്നപ്പോൾ 40 മിനിറ്റായി അമ്മച്ചി കസേര മരിച്ചിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ട ഇവിടെ മരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? മരണം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാൻ എപ്പോഴും പറഞ്ഞത് ഒരു തമാശ രൂപത്തിലെ കാര്യമുണ്ട്. JC പാറക്കടവിലെ മരണം. റാന്നിയിൽ പ്രസംഗിക്കുന്നു, സ്വന്തം മകൾ ലിഡിയ പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾ കുഴഞ്ഞു വീണു. ഞാൻ 14 മൈൽ പ്രസംഗിക്കുകയാണെന്നേരം. അപ്പോൾ എന്നോട് എവി സാറ് മെസ്സേജ് ഇട്ടു, JC കുഴഞ്ഞു വീണു, പ്രാർത്ഥിക്കണം. പുളിക്കലക്കവലയിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ അടുത്ത മെസ്സേജ്, JC യാത്രയായി, മരിച്ചു എന്ന്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. ആ മരണം തമ്മിൽ എനിക്കൊരു ബന്ധമുണ്ട്. എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അതിൻ്റെ പേര് ഒരുപോലെ ആയിരിക്കുന്നത്. ജോയി പാറക്കലും JC പാറക്കടവിലും. ഞങ്ങളുടെ ഓഫീസിലോട്ട് വിളിച്ചു ചോദിച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചല്ലേ, എപ്പോഴാണ് അടക്കുന്നതെന്ന്. പുള്ളി പറഞ്ഞു എപ്പോൾ? ഇപ്പോൾ എന്നാൽ പറയാമെന്ന് പറഞ്ഞു. ദേവാലയം പോലെ വീട്ടിലോട്ട് വിളിച്ചില്ല. അതിൻ്റെ എന്നാന്നറിയാമോ? ഞാൻ കോട്ടയത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ കടമ്പനാട് തന്നെ വിളിച്ചു ചോദിച്ചു, അതായത് എന്നോട് വിളിച്ചു ചോദിച്ചു ഞാൻ ചത്തോന്ന്. ജോയി പാറക്കൽ പാസ്റ്റാണോ? ആണ്. എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ്. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു മരണവാർത്ത അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഞാനല്ല മരിച്ചത്, JC പാറക്കടൽ. ഓ ആണോ സാറ്? കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗം ചെയ്തു, ജീവിക്കുന്ന ക്രിസ്തുവും അറം പറ്റിയ വാക്ക് പോലെ ആയി. ഞാനല്ല മരിച്ചത്. എപ്പോഴാണ് മരിക്കുന്നത് അറിയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഞാൻ എപ്പോഴാണ് പ്രസംഗം തുടങ്ങി? 7-8 മണിക്ക് 5 മിനിറ്റുള്ള പ്രസംഗം 9 മണിയായി. 1 മണിക്കൂറായി ഞാൻ യേശുവിനെ വരനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വന്നാൽ പോകുന്ന കാര്യമായി പറയുന്നേ. ഇത്രയും പ്രത്യാശയുള്ള വചനം പറഞ്ഞിട്ടും 1 മണിക്കൂറായി നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ വാ തുറന്നിട്ടില്ല, ഒരു സ്തോത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ച് നോക്കിയാലേ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഞാൻ ചോദിക്കുന്ന 1 മണിക്കൂറായി വാ തുറക്കാത്ത നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് ആരറിയുന്നു? ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? ഏറ്റവും വലിയ ആരോഗ്യം എന്താ? 5 മക്കൾ വിദേശത്ത് പോകുന്നതാണോ? 20,000 രൂപ അയച്ചു 1 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാൻ? അടുത്തുള്ള സുശീലയ്ക്ക് കൊടുക്കാൻ. എൻ്റെ പിള്ളേർക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലയോ? സ്വന്തം മലമൂത്ര വിസർജനത്തിന് ദുർഗന്ധം വമിച്ച് കിടക്കുന്ന 4 മുറിക്കകത്ത് JCB കൊണ്ട് വാട്ടർ ബെഡിനകത്ത് മറച്ചും തിരിച്ചും ഇടുന്നതാണോ ഒരു കുടുംബജീവിതത്തിൻ്റെ വാർത്തയ്ക്കെന്ന് പറയുന്നത്? ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണെന്നറിയാമോ? നേരം വെളുത്ത് പരസഹായം കൂടാതെ എഴുന്നേൽക്കുക, കണ്ണൊന്ന് തിരുമ്മിയാൽ തുറക്കുക, ടോയ്ലറ്റിൽ നിന്ന് പോകുക, തിരിച്ചു വരിക, സ്വന്തം ഒരു കാപ്പിയനത്തിൽ കുടിക്കാൻ കിട്ടിയാൽ 5 മക്കളേക്കാൾ അതാണ് ഭാഗ്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തുതി ചെയ്യൂ. അവിടെ ഇന്ന് രാത്രി പറയട്ടെ, ഇങ്ങനെയുള്ള ജീവിതമൊന്നും ആഗ്രഹിക്കരുത്. ആരായിരുന്നാലും കിടപ്പ് രോഗികളെ വേണ്ട, മറിച്ച് നടന്നു പോകുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇടയ്ക്കാട് കൺവെൻഷനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോട് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് നാളും നാഴികയുമാണെന്ന്. ഒരു നിമിഷം എഴുന്നേൽക്കാമോ പ്രിയപ്പെട്ടവരെ? ചാടി എഴുന്നേക്ക്. എഴുന്നേറ്റ് വരുമ്പോഴേക്ക് 5 മിനിറ്റ് ആവും. ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല, ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാളുകളായി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശു വരാറായി. വന്നാൽ പോകാൻ എന്ത് ചെയ്യണമെന്നും കൂടെ പറയണ്ടായോ? പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേറെ ഒരു എളുപ്പ വഴിയുമില്ല കേട്ടോ, ഒരു എളുപ്പ വഴിയുമില്ല. ഇന്ന് രാത്രിയിൽ കണ്ണടച്ചുകൊണ്ട് ചുറ്റുപാടും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഞ്ഞി കുടിച്ച് കിടക്കുന്നതിന് മുൻപ്, കണ്ണടച്ച് കിടക്കുന്നതിന് മുൻപ് ഒരു സമാപന സന്ദേശം ഞങ്ങൾ നൽകുകയാണ്.
മേഘങ്ങളെ വാഹനമാക്കി യേശു വരാൻ പോകുന്നു. നിന്റെ പ്ലാറ്റ്ഫോം റെഡിയാണോ എന്ന് നോക്കണേ. യേശുവിനോടൊപ്പം പോകണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചു പറ, യേശുവേ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്തോത്രം. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. പിടിക്കുവാൻ 4 കാരണമുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം, ഈ പട്ടണം നാശപട്ടണമാണ്, ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. രണ്ടാമത്തെ കാരണം, ഓടിയാൽ രക്ഷ ഉറപ്പാണ്, അത് നിശ്ചയമുണ്ട്. മൂന്നാമത്തെ കാരണം, സമയം വളരെ കുറവാണ്. നാലാമത്തെ കാരണം, ഇതല്ലാതെ വേറെ മാർഗമില്ല ദൈവത്തിന്. ഇടയ്ക്കാട് 5ാമത്തെ കൺവെൻഷന്റെ 1ാമത്തെ രാത്രിയിൽ ദൂതുവാഹകരായി ഞങ്ങൾ നിങ്ങളുടെ കയ്യെ പിടിച്ച് പറയുന്നു, നാശപട്ടണമാണിത്, ശരണത്തിനായി ഓടാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിലേക്ക് ഓടുക. രണ്ടാമത് ഓടിയാൽ രക്ഷ ഉറപ്പാണ്. ഇന്ന് രാത്രി ക്രൂശിലേക്ക് ഓടാൻ എത്ര പേർ തയ്യാറുണ്ട്? ശരണത്തിനായി ഓടി വരാൻ കാൽവറിയിലെ ക്രൂശിൽ ഓടി വരാൻ എത്ര പേർ തയ്യാറുണ്ട് ഇന്ന് രാത്രി? 3 സമയം കുറവാണച്ചാ. അടുത്ത വർഷമാകട്ടെ, അടുത്ത മാസമാകട്ടെ, പറയാനൊക്കില്ല, സമയം കുറവാണ്. 4ാമത്തെ കാര്യം, ഇത്ര ബന്ധപ്പെട്ട് ഞങ്ങൾ യോഗത്തിൽ വിളിച്ചു പറയുന്നു, ഇതല്ലാതെ വേറെ മാർഗമില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. രക്ഷിക്കപ്പെടാതെ വീണ്ടും ജനിക്കാതെ അവന്റെ രാജ്യത്തിൽ കാലുകുത്താൻ പറ്റില്ല. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. സ്വർഗ്ഗീയ പിതാവേ, ഈ പ്രഥമ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നാളും നാഴികയും ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യേശു വാതിൽക്കൽ തന്നെയായിരിക്കുന്നു. അധികം നാളുകളില്ല, സമയങ്ങളില്ല. ഇത് ചിന്തിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഹാനോക്കിനെ പോലെ 7ാം തലമുറയിൽപ്പെട്ടവര് നടന്നു പോകുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും എടുക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.